ഒരു സുഖത്തിൻ്റെ ആവശ്യമില്ല. ഹജ്ജിന് പോകുമ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി പറയുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തുന്നിയത് പാടില്ലെന്ന് പറയുകയും ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ലെന്ന് പറയുകയും എല്ലാ ഭൗതികമായ സുഖങ്ങളും മാറ്റിവെച്ചിട്ട് ആത്മീയമായൊരു ചിന്തയിൽ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന നിർവൃതി അനൽപമാണ്, അനിർവചനീയമാണ്, നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ തവണത്തെ ഹജ്ജിലും ആ ഹജ്ജിൻ്റെ 2 ഭാഗം മുമ്പൊരിക്കൽ പോയി ഹജ്ജ് ചെയ്ത ആളുകളായി പോകുന്നത്. 1 പുതിയ ഹജ്ജാജ്മാരുണ്ടാവുള്ളൂ. കാരണം ഒരിക്കൽ പോയവർക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ ആഗ്രഹം തോന്നാം. ഇപ്പോഴല്ലേ വലിയ ടവറുകളും AC സംവിധാനങ്ങളൊക്കെ ആയത്. ഇതില്ലാത്ത കാലത്ത് ഹജ്ജ് നടക്കുന്നില്ലേ? അതുകൊണ്ട് കാലാവസ്ഥ വിഷയമല്ല, അവിടുത്തെ ചുറ്റുപാടും ഭൂപ്രകൃതവും അവിടെ വിഷയമല്ല. അള്ളാഹുവിൻ്റെ ഒരു കഅബ എന്ന മാത്രം ഹൈലൈറ്റാണ് മക്കൾക്കുള്ളത്. വിശുദ്ധമായ കഅബാലയം, അള്ളാഹുവിൻ്റെ ഭവനം അൽ മസ്ജിദുൽ ഹറാം അവിടെ ഉണ്ട്. ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഉണങ്ങിയ മലകളാണ്, പാറമലകളാണ്. അതുകൊണ്ട് ഭൗതികമായ ഒന്നും നമ്മെ ഏശാതെ, ഭൗതികമായ ഒരു താല്പര്യങ്ങളിലേക്കും മനസ്സ് പോകാതെ അള്ളാഹു എന്നൊരൊറ്റ ചിന്തയിൽ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ദൂരങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ തേടി വരുന്ന ആളുകളെ കാണാൻ കഴിയും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ അങ്ങോട്ട് എത്തുള്ളൂ എന്നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. മൻ ഇസ്തതഅ ഇലൈഹി സബീല. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ആഹ്വാനം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയെ ജനങ്ങളോട് വിളിച്ചു പറയണം. അദാൻ, അദ്ദിൻ, അദാൻ എന്ന് പറഞ്ഞാൽ വാങ്കുവിളി എന്നാണ്, അറിയിപ്പാണത്. ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചു പറയണം ജനങ്ങളോട്. ഹജ്ജ്, ഹജ്ജ് എന്ന വാക്കിനർത്ഥം കരുതുക, ലക്ഷ്യം വെക്കുക എന്നൊക്കെയാണ്. ഹജ്ജുൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി പോവുക. ആ പോകുന്ന പോക്കിൽ വേറെ ഒരു ലക്ഷ്യവും കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായി നിങ്ങൾ ഹജ്ജിനെ പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി കൊടുക്കണം. അവിടെ പോകുമ്പോൾ എന്നാൽ പിന്നെ എൻ്റെ കസിൻ അവിടെ ജിദ്ദയിലുണ്ടല്ലോ, ഓരും കാണാം. ഒരു കുട്ടീൻ്റെ കല്യാണം ആലോചിക്കുന്നുണ്ടല്ലോ, ആ ചെക്കൻ അവിടെ ജിദ്ദയിലുണ്ടെന്ന് പറഞ്ഞാൽ അവരും കണ്ടിട്ട് എന്ന് ഉറപ്പിച്ച് പോരാ. ഇതൊന്നും അതിൻ്റെ കൂടെ കൂട്ടാൻ പാടില്ല. ഹജ്ജ് ഹജ്ജാൻ, ഉംറ ഉംറയാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പരിപൂർണമായും കടഞ്ഞെടുത്തൊരു നിയ്യത്തോടു കൂടെയാണ് പോകേണ്ടതെന്ന്. അപ്പോഴാണ് അതിൻ്റെ പുണ്യം കിട്ടുള്ളൂ. അപ്പോഴാണ് ഹജ്ജിൻ്റെ ആ ഒരു ഫദലും ശ്രേഷ്ഠതയും കിട്ടുള്ളൂ. അള്ളാഹുവിന് ലില്ലാ, അള്ളാഹുവിന് വേണ്ടി പറയുമ്പോൾ പോകുന്ന പൈസ ഹലാലായിരിക്കണം, അതിനുപയോഗിക്കുന്ന ചെലവഴിക്കുന്നത് ഹലാലായിരിക്കണം. മനുഷ്യന്മാരുമായുള്ള ഇടപാടുകൾ ഒന്നുകിൽ അവിടെ പൊരുത്തം മേടിക്കണം, അല്ലെങ്കിൽ അത് ഇടപാടുകൾ കൊടുത്തു തീർക്കണം. മദലമത്തുണ്ടാവരുത്. ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പ് തൗബ ചെയ്തു പോകണം. ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തിട്ടാണ് ഹജ്ജിന് ഉംറക്ക് പോവുക. പോകുന്നതിൻ്റെ മുമ്പ് തൗബ ചെയ്യണം. കഴുകി ശുദ്ധിയാക്കിയിട്ടാണ് പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നത്. വല്ലാത്തൊരു പോക്കാണത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം നോമ്പെടുത്തുകൊണ്ടാണ് വിശുദ്ധമായ തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു വിളിച്ചു വരുത്തിയ ഒരു സ്ഥലത്തേക്ക്, സീനാ മലയുടെ മുകളിലേക്ക് പോകുന്നത് ശുദ്ധിയായിട്ടാണ്. 70ഓളം മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളെയും കൂടെ കൂട്ടാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കൂടെ കൂട്ടിയിരുന്നു. പക്ഷേ സീനാ മലൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒറ്റയ്ക്കങ്ങ് നടന്നങ്ങ് പോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, മൂസാ നബിയെ നിങ്ങൾ കൂടെ വരേണ്ട ആൾക്കാരൊക്കെ ഇവിടെ, നിങ്ങൾ ഒറ്റക്കാണല്ലോ വന്നത്, നിങ്ങളുടെ കൂടെയുള്ള നഖീബുകളായ ആളുകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ, വഅജൽതു ഇലൈക റബ്ബി ലിതർളാ, അള്ളാഹു ഞാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ് നിനക്കെന്നോട് തൃപ്തിയുണ്ടാകാൻ. അവരൊക്കെ വരുന്നുണ്ട്, ഞാൻ വേഗം പോകുന്നതാണ്. എന്നപോലെ മനുഷ്യന് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് എത്തുകയാണ് എന്ന ഒരു ചിന്തയിലാണ് മക്കയിലേക്ക്, അങ്ങനെ ആ എയർപോർട്ടിലേക്ക് ഇറങ്ങുക, അങ്ങനെ അവിടെ നിന്ന് ടാക്സിക്കോ ബസ്സിനോ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹറമിൻ്റെ പരിസരത്തേക്ക് എത്തുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് വരണമെന്ന വിളി ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കൊടുക്കും. കാരണം മനുഷ്യൻ ഭൂമിയിൽ യാത്ര ചെയ്യാൻ സൗകര്യം അല്ലാഹു കൊടുക്കും. അവർക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കും, ആരോഗ്യം ഉണ്ടാകും. ഇതിന് പറ്റുന്ന ആളുകൾ, അല്ലാത്തവർ മഅദൂരിയങ്ങളാണ്, അവർക്ക് ഉദ്റുണ്ട്, എക്സ്ക്യൂസ് ഉണ്ട്. അള്ളാഹു അവർക്ക് നിയ്യത്തിന് കൂലി കൊടുക്കും. പറ്റുന്ന ആളുകൾ മുഴുവനും അങ്ങോട്ട് യാത്ര ചെയ്തു വരണം. അവിടെ ഏതെങ്കിലും ഒരു അരുവിയോ
ഒരു പച്ച പരവതാനിയോ ഒരു മലർവാടിയോ ഒരു പൂന്തോട്ടമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിളിയാളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആളുകൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയേക്കും, ടൂറ് പോയേക്കും. പക്ഷേ അള്ളാഹു തിരഞ്ഞെടുത്തത് ഭൗതികമായ ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു നാട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയല്ലേ അവിടെ കഅബാലയത്തിൻ്റെ അസ്ഥിവാരങ്ങൾ പടുതുയർത്തിയത്. എന്നിട്ട് പറയാണ്, അള്ളാഹുവേ, എൻ്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് ബിവാദിൻ ഗൈരി ദീ സറൈൻ, ഒരു ചെടി പോലും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ പടച്ചോനെ, ഞാൻ അവരെ നിന്നെ ഏൽപ്പിച്ചു കൊണ്ടുപോരുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെടിയോ ഒരു പച്ചപ്പോ ഒരു അരുവിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സംസം പിന്നല്ലേ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയായിരുന്നു അത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യാ അല്ലാഹ്, ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു എന്നാണ്, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ബന ബൈതൻ, അല്ലാഹു ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ്. വഔജബ അലൈക്കും അൽ ഹജ്ജ ഇലൈഹി, ആ വീട്ടിലേക്ക് ഹജ്ജിന് വരണമെന്ന് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഅജീബു റബ്ബക്കും, അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം കൊടുക്കണമേ. എന്നിട്ട് വലത്തും ഇടത്തും പിറകിലോട്ടും മുമ്പിലോട്ടൊക്കെ അള്ളാഹുവിൻ്റെ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിന്ന. ഫഅജാബഹു കുല്ലു മൻ കുതിബ ലഹു അൻ യഹുജ്ജ മിൻ അസ്ലാബിർ റിജാൽ വഅർഹാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ ഉദരങ്ങളിൽ അവരുടെ ഗർഭങ്ങളിൽ ഉപ്പമാരുടെ ഉദരങ്ങളിൽ ഉണ്ടായിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഹജ്ജിന് തൗഫീഖുള്ള ഉണ്ടായിരിക്കുന്ന മുഴുവൻ ആളുകളും ആ വിളിയാളം കേട്ടവരാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ലബ്ബൈക, അല്ലാഹുവേ, നിനക്ക് ഞാൻ 2 തവണ ഉത്തരം നൽകുകയാണ്. ഒരു തവണ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ നേരത്തെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ആലമുൽ അർവാഹിൽ വെച്ച് കൊടുത്ത ഉത്തരമാണ്. പിന്നെ ഭൂമിയിലേക്ക് വന്ന് ഹജ്ജിന് പോകാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, അല്ലാഹുവേ ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. ഇത് 2ാമത്തെ ഉത്തരമാണ്. അതുകൊണ്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിനക്ക് ഞാൻ 2 തവണ ഉത്തരം നൽകുകയാണ്. ലബ്ബൈക വസഅദൈക എന്ന് പറയാം. എന്നാൽ ആ പരിശുദ്ധമായ യാത്രയെ മറ്റേതെങ്കിലും ഒരു തിന്മയെ കൊണ്ട് ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹറാമായ സമ്പത്ത് ഉപയോഗിച്ചു കൊണ്ട് പോവുകയോ ചെയ്താൽ ലാ ലബ്ബൈക വലാ സഅദൈക വഹജ്ജുക മർദൂദുൻ അലൈക എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് മുഅ്മിനീങ്ങൾ അല്ലാഹു പറഞ്ഞ പോലെ ഹജ്ജും ഉംറയും ചെയ്യുന്നവർ പറയുമ്പോൾ നാദാ മലായികത്തുസ് സമാ, ആകാശ ലോകത്തെ മലക്കുകൾ വിളിച്ചു പറയും, ലബ്ബൈക വസഅദൈക, നിനക്കും ഇതാ 2 തവണ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉത്തരം കിട്ടിയിരിക്കുന്നു എന്ന്. അല്ലാതെ പോകുന്നവർ ലാ ലബ്ബൈക വലാ സഅദൈക വഹജ്ജുക മർദൂദുൻ അലൈക, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നില്ല എന്നവരോട് പറയപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്, ഹാജർ ബീവിയുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന പൊന്നുമോനുണ്ട്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു, ഞാൻ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ, മിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ നിന്ന് ചില ആളുകളെ. അത് ഇസ്ഹാഖ് നബി അപ്പോൾ ഫലസ്തീനിലുണ്ട്. ഇസ്മായിൽ നബി കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന് ആരെയാ? ഇസ്മായിൽ അലൈഹിസ്സലാമിനെയാ. ഇസ്ഹാഖ് നബി അനുജൻ അവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഫലസ്തീനിലപ്പുണ്ട്. അതുകൊണ്ട് മിൻ ദുർരി, എൻ്റെ എല്ലാ മക്കളെയും കൊണ്ടുവന്നിട്ടില്ല. സാറ ബീവിയും ഇസ്ഹാഖ് നബിയും അപ്പോഴും ഫലസ്തീനിലാണുള്ളത്. ഹാജർ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ് മക്കത്തേക്ക് വന്നിട്ടുള്ളത്. ദുബൈയിൽ നിന്ന് വന്ന വണ്ടി നമ്മൾ റെസിഡൻസ് പാർക്കിംഗ് ഉണ്ട്, ഫൈൻ കിട്ടും. ആരോ ദുബൈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റി പാർക്ക് ചെയ്യണേ. നമ്മുടെ ഇസ്ലാം സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റെസിഡൻസ് ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, എനിക്ക് നല്ല ഫൈൻ കിട്ടി. അവർ ഹലോ അടിച്ചു. അപ്പോൾ ഫൈനെങ്ങാനും വരികയാണെങ്കിൽ റോഡ് വർക്കൊക്കെ സ്വതക്കൊക്കെ നല്ല നീയത്ത് കൊടുത്തോളി. നല്ല നാടല്ലേ, എന്തൊരു നല്ല റോഡും ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കണം. ഉഷാറായിട്ട് യാത്ര ചെയ്യുന്നില്ലേ നമ്മൾ? അൽഹംദുലില്ലാ.
കൊടുത്താലും വലിയ നഷ്ടമൊന്നുമില്ല. നല്ല സന്തോഷത്തിൽ കൊടുക്കുക, പൊരുത്തത്തിൽ പിരാഗി പറഞ്ഞു കൊടുക്കണ്ട. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ ശറഅ. അല്ലാഹുവേ, എൻ്റെ മക്കളിൽ ചില ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എവിടെ? ബിവാദിൻ ഗൈരി ദീ ശറഇൻ, ഒരു കൃഷി ഉണ്ടാവാത്തൊരു താഴ്വരയിൽ. പക്ഷെ ഒറ്റ കാര്യം അവിടെ ഉള്ളത്, ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്ത്. ശുദ്ധ കഅബാലയം. കഅബാലയം അന്ന് ഉണ്ടായിട്ടില്ല, കഅബാലയത്തിൻ്റെ ഫൗണ്ടേഷനേ അവിടെ ഉള്ളൂ. എന്നിട്ടും അവിടെ നിന്റെ പരിശുദ്ധമായ ഭവനം എന്ന് വിളിച്ചു. അത് കഅബാലയത്തിൻ്റെ കെട്ടിടം അവിടെ നിന്ന് പൊളിഞ്ഞു പോയാലും ആ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായ സ്ഥലമാണ്. ഇൻദ ബൈതിക്കൽ മുഹറം. എന്തിനാണ് മസ്ജിദിന്റെ അടുത്തേക്ക് വന്നത്? റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അല്ലാഹുവേ, അവരുടെ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. നിസ്കരിക്കണം. അപ്പം മുനാരങ്ങളും കുബ്ബയും മസ്ജിദും മുസ്ലിമീങ്ങളെയും ഇബാദത്ത് ചെയ്യുന്നവരെയും കാണുന്നിടത്ത് ജീവിക്കുമ്പോൾ ഇബാദത്ത് എളുപ്പമാണ്, അല്ലെങ്കിൽ അത് പ്രയാസമാണ്, അല്ലെങ്കിൽ മറന്നുപോകും, നിസ്കാരങ്ങൾ വിട്ടുപോകും. അല്ലാഹുവേ, അപ്പം ഇന്ന് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അയാൾ മദീനത്തായിരുന്നു. നല്ല ഉഷാല റാഹത്തിലും ഹറമിൽ പോകലും വരുവരൊക്കെ ആയിട്ട് നല്ല റാഹത്തിലാണ്. പിന്നെ അദ്ദേഹം സൗദിയിലെ വേറെ സ്ഥലത്തേക്ക് മാറി. അവിടെ വേറെ ഒരു മോശപ്പെട്ട ഗ്യാങ്ങിൽ പെട്ടു. അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വല്ലാത്തൊരവസ്ഥ. എങ്ങനെ നല്ല നിലക്കുണ്ടായിരുന്നൊരവസ്ഥയിൽ നിന്ന് സിറ്റി മാറിപ്പോകുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥകൾക്കനുസരിച്ച് മനുഷ്യൻ മാറിപ്പോകും. അത്രയും ഈമാൻ്റെ കരുത്തില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അല്ലാഹുവേ, എൻ്റെ മക്കളും എൻ്റെ കുടുംബവും നിസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ വേണ്ടിയാണ് നിന്റെ മസ്ജിദിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത്. അപ്പം മസ്ജിദിൻ്റെ അരികത്താവുക എന്നതൊരു പുണ്യമാണ്, അതൊരു ഖൈറാണ്, അതൊരു ഫദീലത്താണ്, അതൊരു ശ്രേഷ്ഠതയാണ്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, എൻ്റെ കുടുംബം നിസ്കരിക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ് റബ്ബേ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കിയത്. അവർ നിസ്കാരക്കാരായി മാറിയാൽ അവരുടെ വിഷയം നീ ഏറ്റെടുക്കുമല്ലോ. പിന്നെ എനിക്ക് പ്രശ്നമല്ല. ഫജ്അൽ അഫ്ഇദതം മിനന്നാസ്, അതുകൊണ്ട് ഫജ്അൽ എന്ന ഫാഇന് വലിയ അർത്ഥമുണ്ട് അവിടെ. അല്ലാഹുവേ, അവർ നിസ്കരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നത് കാരണം അതെൻ്റെ നിയ്യത്താണ്, അവർ നന്നാവണമെന്ന്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ ആ കഅബയിലേക്കും മക്കയിലേക്കും വരണമെന്നൊരു തോന്നൽ നിനക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, എൻ്റെ കുടുംബത്തോട് അതാരുമില്ല അവിടെ. ഹാജർ ബീവിയും റളിയല്ലാഹു അൻഹയും ഇസ്മായിൽ അലൈഹിസ്സലാമും മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. അതുകൊണ്ട് ആ രണ്ട് മനുഷ്യന്മാർക്ക് അവിടെ ജീവിച്ചു പോവണ്ടേ? അവർ നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം. നിന്റെ മസ്ജിദുൽ ഹറാമിൻ്റെ പരിശുദ്ധിയിലും അതിൻ്റെ പരിമളത്തിലും അവരവിടെ ജീവിക്കണം. അതുകൊണ്ട് വേറെയും ആളുകൾ വന്നെങ്കിലല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവേ, മക്കയിലേക്ക് വന്ന് താമസിക്കണം, മക്കയിലേക്ക് എത്തണം എന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ നീ കൊടുക്കണം പടച്ചോനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യാണ്, വർസുഖുഹും മിനസ്സമറാത്ത്, അല്ലാഹുവേ, പഴവർഗ്ഗങ്ങൾ അവർക്ക് നൽകണമേ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നിനക്ക് നന്ദി ചെയ്യുന്നവരായി മാറും. അവർ നന്ദി ചെയ്യും റബ്ബേ. അതുകൊണ്ട് പഴവർഗ്ഗങ്ങളും കൊടുക്കണം. ഒരല്പം നല്ലൊരു ഉഷാറിൽ തന്നെ ആയിക്കോട്ടെ. വെറും ജീവിച്ചു പോവാൻ ഒരു ഗോതമ്പും റൊട്ടിയും അരിയും മാത്രമല്ല, പഴവർഗ്ഗങ്ങളും നീ കൊടുക്കണമേ. അങ്ങനത്തെ ഒരു ചൂട് പിടിച്ച ക്ലൈമറ്റിൽ ജീവിക്കുന്നൊരു നാട്, അവിടേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഫ്രൂട്ട്സ് ഇന്നവിടെ എത്തുന്നുണ്ട്. മറ്റു പല നമ്മുടെ UAE അടക്കമുള്ള പരിസര രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായ റബ്ബിൻ്റെ തീരുമാനം അത് മക്കത്തേക്ക് എത്തണം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയാണത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഹാജിമാർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു ജീവിതത്തിൻ്റെ അഭിലാഷമാണത്. നാണയത്തുട്ടുകൾ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനായിട്ടുണ്ടോ, ഹജ്ജിൻ്റെ ചെലവിന് പോകാനായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ ഹജ്ജിന് പോവുകയാണ്. അതുകൊണ്ടിട്ട് കഅബയെ കാണുമ്പോൾ പൊട്ടിക്കരയാണ്. വിശുദ്ധമായ മക്കയെ ആദ്യമായി ജീവിതത്തിൽ കാണുന്നവർ, വിശുദ്ധ കഅബാലയം കാണുമ്പോൾ, വിശുദ്ധ മദീന കാണുമ്പോൾ, ഹബീബിൻ്റെ റൗള കാണുമ്പോൾ,
മഷ്അറുൽ ഹറാം, മിനയും മുസ്ദലിഫയും അറഫയും കാണുമ്പോൾ പൊട്ടിക്കരയാണ്. ജീവിതത്തിൻ്റെ ഒരേ ഒരു അവസരമാണിത്. ആ ഒരു അവസരത്തിന് വേണ്ടി എത്രയാണ് അവർ ദുആ ചെയ്തിട്ടുണ്ടാവുക, എത്രയാണ് അവർ കാത്തിരുന്നിട്ടുണ്ടാവുക. അങ്ങനെ ആഗ്രഹം ഘനീഭവിച്ചു വന്ന് ആ ഒരു ആഗ്രഹത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് വരികയാണ്. ആ അതിഥികളെ അള്ളാഹു സ്വീകരിക്കുകയാണ്. യാ അള്ളാഹ്, ഇസ്ലാമിൻ്റെ അവസാനത്തെ റുക്കനാണിത്, ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. യാത്ര ചെയ്യാൻ സാധിക്കണം, സമ്പത്ത് വേണം, ആരോഗ്യം വേണം. അതൊക്കെ സാധ്യമാകുന്ന തടിയും വഴിയും മുതലും സൗകര്യമുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അതിന് സാധ്യമായിട്ടൊരാളത് വേണ്ടെന്ന് വെച്ച് മരിക്കുകയാണെങ്കിൽ അയാൾ മരിക്കുന്നത് മുസ്ലിമായിട്ടല്ല, അദ്ദേഹം നസ്രാനിയോ യഹൂദിയോ ആയിട്ടാണ് മരിക്കുന്നത് എന്നുവരെ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ അഅമാലി അഫ്ളലു, നബിയെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഖൽബ് കൊണ്ട് വിശ്വസിക്കലാണ്. ഈമാനാണ് ഏറ്റവും വലിയ അമല്. സുമ്മ മാദാ, പിന്നെ എന്താണ്? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗവും ധർമ്മവും ധർമ്മസമരവും ചെയ്യലാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമു കൊണ്ടും എല്ലാം കൊണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. യുദ്ധങ്ങളിൽ വരെ എത്തേണ്ട അവസ്ഥകൾ വരും. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഖീല സുമ്മ മാദാ, പിന്നെ എന്താണ് നബിയെ? ഖാല ഹജ്ജുൻ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജാണ്, മബ്റൂറായ ഹജ്ജാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത്. എന്തേ? അള്ളാഹു വിളിച്ചിടത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഒരാളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കയറി വരുന്നത്, അത് ആ അതിഥി ആരെയാണോ സമീപിക്കുന്നത്, ആതിഥ്യമരുളുന്ന ആളോടുള്ള സ്നേഹമാണത്. അള്ളാഹു വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരണം. അതുകൊണ്ട് എത്രയെല്ലാം സ്ഥലത്തുനിന്ന് 20-21 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് മക്കത്തേക്ക് എത്തുന്ന ഹാജിമാരില്ലേ? 9-10 മണിക്കൂറൊക്കെ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. 6-7 മണിക്കൂർ വേറെ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന 4-5 മണിക്കൂർ നമ്മളെ നാട്ടിൽ നിന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകുകയാണ്. എത്ര കാലം എത്രയെല്ലാം സൗകര്യങ്ങൾ ഹറമിൽ ചെയ്താലും അത് പരിമിതമായിട്ട് അത് വീണ്ടും കുറവാണ്. എത്ര വികസിപ്പിച്ച് എന്തേ? അത് അങ്ങനത്തെ ഒരു നാടാണ്. അവിടെ ചെന്നൊരിക്കൽ കാലുകുത്തിയവർക്ക് ആ 2 ഹറമുകളിലും വീണ്ടും വീണ്ടും പോകണം. ഒരു ലീവ് കിട്ടുമ്പോൾ ഒന്ന് പോകണം, ഒരു സൗകര്യപ്പെടുമ്പോൾ ഒന്ന് പെട്ടെന്ന് പോയേക്കണം, ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ പോയവർ വീണ്ടും അങ്ങോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു ഇടമാണത്. അല്ലാഹുവേ, എങ്ങനെയാണ് ആ പരിശുദ്ധമായ നാട്ടിലേക്ക് പോകാൻ നമുക്ക് ആഗ്രഹമില്ലാതിരിക്കുക? മൻ ഹജ്ജ വലം യർഫുത് വലം യഫ്സുഖ് റജഅക യൗമ വലദതുഹു ഉമ്മുഹു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. ആരെങ്കിലും ഹജ്ജിന് പോവുകയും വലം യർഫുത് വലം യഫ്സുഖ്, മോശപ്പെട്ട വാക്കുകളോ പ്രവർത്തനങ്ങളോ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവർ മടങ്ങി വരുന്നത് കയൗമ വലദതുഹു ഉമ്മുഹു, അവരുടെ ഉമ്മ പ്രസവിച്ച നാളിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അതുപോലെ കഴുകി ശുദ്ധിയായിട്ടാണ് ഹാജിമാർ വരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹജ്ജിലേക്കൊരു കൊതി വരും. എങ്ങനെ നമ്മൾ കൊതിക്കാതിരിക്കും? ഹബീബാ നബി തങ്ങളെ പറ, അൽ ഹജ്ജു യഹ്ദിമു മാ ഖബ്ലഹ്, ഹജ്ജിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ തെറ്റുകളും ഹജ്ജ് പൊളിച്ചു കളയും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹു അതൊക്കെ മാപ്പ് ചെയ്യും. മനുഷ്യർ തമ്മിൽ ഇടപാടുകൾ ഒഴികേട്ടോ, അതിനെ ബാധിക്കൂല. ബാക്കി അള്ളാഹു നമ്മളും തമ്മിലുള്ള പ്രശ്നങ്ങളെ അള്ളാഹു ഹജ്ജ് കൊണ്ട് പുറത്തു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നമ്മൾ ഇന്നത്തെ ഹദീസ് അതാണോ എന്ന് പഠിക്കും അല്ലേ? അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ കഴിഞ്ഞ് അടുത്തൊരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹം മനസ്സിൽ വരണമെന്നാണ്. ആ രണ്ടാമത്തെ ഉംറക്കിടയിലുള്ളത് ആ 2 ഉംറയും മായ്ച്ചു കളയും. അൽ ഹജ്ജുൽ മബ്റൂർ വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന അള്ളാഹു കബൂലാക്കി കഴിഞ്ഞ ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും അതിനില്ലാന്ന്. അതിൻ്റെ മിനിമം പ്രതിഫലം തന്നെ സ്വർഗമാണ്. ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്ന മുതാബഅതൻ ബൈനഹുമാ തൻഫിൽ ഫഖറ വദ്ദുനൂബ് കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദ്. ഉംറയും ഹജ്ജും നിങ്ങൾ ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കണം. കഴിയുന്ന ആളുകൾ, അതിന് സൗകര്യമുള്ള ആളുകൾ ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ അത് നാട്ടിലത്തേതിലേറെ സൗകര്യമാണ്. അത് ഉപയോഗപ്പെടുത്തുക. ലീവൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇസ്ലാം സെൻ്ററിൽ പോകുന്നുണ്ട്, സുന്നി സെൻ്ററിന് പോകുന്നുണ്ട്, ദുബൈയിൽ നിന്ന് പോകുന്നുണ്ട്, എല്ലാ നാട്ടിൽ നിന്നും പോകുന്നുണ്ട്. നമുക്ക് സൗകര്യമുള്ളിടത്ത് എന്ത് ചെയ്യാം, നമുക്ക് റാഹത്തിൽ പോയിട്ട് ചെയ്തു വരാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് അത് നീട്ടിക്കൊണ്ടു പോകരുത്. അത് പിന്നെ ആവട്ടെ, നാട്ടിൽ പോയി വരട്ടെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. സൗകര്യമുണ്ടോ പെട്ടെന്ന് പോവുക. കാരണം നമുക്കതിന് സാധിക്കാതെ വന്നെങ്കിലോ, നമുക്കൊരു എഴുതുറ് കൊണ്ടാണ് ഒരു എക്സ്ക്യൂസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ അത് വേഗം തന്നെ ആയിക്കോട്ടെ. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ നിരന്തരം ചെയ്യണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന മുതാബഅതൻ ബൈനഹുമാ, ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻഫിൽ ഫഖറ വദ്ദുനൂബ്, നിങ്ങളുടെ ദാരിദ്ര്യവും പാപങ്ങളെയും ഇല്ലാതെയാക്കും. ദാരിദ്ര്യമില്ലാതെയാക്കും. ഉംറക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ദുന്യവിയായ ഖറള് വേണം, സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും. ഹജ്ജ് കൊണ്ടത് കിട്ടും. അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് സഹായിക്കും. അല്ലാഹു തആല സമ്പാദ്യം കൊണ്ട് സഹായിക്കും. അപ്പോൾ ദുന്യാവ് വേണമെന്നുള്ളവർക്കും ഹജ്ജ് ഉംറ തന്നെയാണ്, ആഖിറം വേണമെന്നുള്ളവർക്കും ഹജ്ജ് ഉംറ തന്നെയാണ്. രണ്ടും അവിടെ കിട്ടും. തൻഫിൽ ഫഖറ വദ്ദുനൂബ്, തെറ്റുകളെയും ദാരിദ്ര്യത്തെയും അത് മായ്ച്ചു കളയും. നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദ്, ഇരുമ്പിൻ്റെ കറകളൊക്കെ കൊല്ലൻ്റെ ആ ഒരു ഉലയിലിട്ട് ശുദ്ധിയാക്കുന്ന പോലെ ഉംറയും ഹജ്ജും മനുഷ്യനെ ശുദ്ധിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകാൻ ആഗ്രഹം കൊള്ളാതിരിക്കുക? ഹബീബായ നബി തങ്ങളല്ലേ പറയുന്നത്, സലാസത്തുൻ ഫീ ദമാനില്ലാഹ്, 3 പേർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. 3 പേർ അള്ളാഹു അവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡുകളെ അവർക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടാവും. അവർ പോകുന്നത് മലക്കുകൾ ബോഡി ഗാർഡുകളായിട്ട് അവരുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. ആരാന്നറിയോ? റജുലുൻ ഖറജ ഇലാ മസ്ജിദിൻ മിൻ മസാജിദില്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് പുറപ്പെട്ട ആള്, അത് വാഹനത്തിലോ ബൈക്കിലോ നടന്നുകൊണ്ടോ സൈക്കിളിലോ എങ്ങനെയോ ആകട്ടെ, അള്ളാഹുവിൻ്റെ ഒരു മസ്ജിദിനെ ലക്ഷ്യമാക്കി പോവാണ്. ആ മസ്ജിദിലേക്ക് നടന്നു പോകുന്നവർ, ഒരു മസ്ജിദിലേക്ക് പുറപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. വറജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്, ഒരു നാടിനെ, ഒരു സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി, ഉമ്മത്തിൻ്റെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി തുരത്തി ഓടിക്കാൻ വരുന്ന ശത്രുക്കളെ അങ്ങോട്ട് തുരത്തി ഓടിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോകുന്നവർ. വറജുലുൻ ഖറജ ഹാജ്ജൻ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ആളും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അവരെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്പെഷ്യൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ബറ്റാലിയനാണ് അവരെ കൊണ്ടുപോകുന്നത് എന്നാണ് ഇതിനർത്ഥം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹുവിൻ്റെ വഫദാൻ, അള്ളാഹുവിൻ്റെ സംഘമാണ്. അൽ ഗാസി ഫീ സബീലില്ലാഹ് വൽ ഹാജ് വൽ മുഅ്തമിറു വഫദുല്ലാഹ്. ഉംറക്ക് പോകുന്നവരും ഹജ്ജിന് പോകുന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങിയവരും വഫദുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംഘമാണ്, തെരഞ്ഞെടുത്ത സംഘമാണ്. ദഅാഹും ഫഅജാബു, അള്ളാഹു അവരെ വിളിച്ചതാണ്, ഇങ്ങോട്ട് വരിൻ, അപ്പോൾ അവർ ഉത്തരം കൊടുത്തു. വസഅലൂഹു ഫഅഅതാഹും, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിച്ചു, അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോകാൻ ആഗ്രഹം ജനിക്കുകയാണ്. ഇന്ന അബദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹ്, ഏതെങ്കിലും എൻ്റെ ഒരു ദാസന് ഞാൻ ശരീരത്തിന് ആരോഗ്യം കൊടുക്കുകയും വഔസഅതു അലൈഹി ഫിൽ മഈഷ, ജീവിക്കാൻ സൗകര്യങ്ങൾ കൊടുത്തു, ശമ്പളോ അല്ലെങ്കിൽ സമ്പാദ്യമോ കച്ചവടമോ വരുമാനങ്ങളോ കൊടുത്തു. യംളി അലൈഹി 5 അവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹറൂം, 5 വർഷം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എൻ്റെ അടുത്തേക്ക് അവർ വരുന്നില്ലെങ്കിൽ ലമഹറൂം, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാണ്. 5 കൊല്ലത്തിനിടക്കെങ്കിലും ഒരു ഉംറ ചെയ്യണം, ഒരു ഹജ്ജ് ചെയ്യണം. അതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ 5 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത 2ാമത്തെ ഹജ്ജിന് കിട്ടുള്ളൂ. അങ്ങനെയല്ലേ നിയമം? ഈ ഹദീസാണ് ഇതിൻ്റെ അടിസ്ഥാനം. 5 കൊല്ലം ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, 5 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് വരുന്നില്ലെങ്കിൽ ലമഹറൂം, അവർക്ക് എൻ്റെ റഹ്മത്ത് ലഭിച്ചിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു
5 വർഷത്തിലൊരിക്കലെങ്കിലും പറ്റുന്നവർ വന്നിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കാൻ കാരണം പുതിയ ഹാജിമാർക്ക് വരാൻ സൗകര്യം കിട്ടാനാണത്. 5 വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കണം, പഴയവരും വരണം, വന്നവരും വരണം. ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മ വഔസഅതു അലൈഹി ഫിൽ മഈഷ യംളി അലൈഹി 5 അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹ്റൂം മാ അഹല്ല മുഹില്ലുൻ ഖത്തു വലാ കബ്ബറ മുകബ്ബിറുൻ ഇല്ലാ ബുശ്ശിറ ബിൽ ജന്നഹ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈകയും തക്ബീറും അല്ലാഹു അക്ബറും ചൊല്ലുന്ന ഏതൊരാൾക്കും അല്ലാഹുവിൻ്റെ മലക്കുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഖൽബ് കൊണ്ട് നിയത്ത് വെച്ചിട്ട് അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് പെരുന്നാളിൻ്റെ അന്ന് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അശ്ർ വരെയുള്ള സമയം തക്ബീർ കൊണ്ട് മുഖരിതമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നിവരും അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് തക്ബീറുകൾ ചൊല്ലുറക്കെ അവരുടെ ഫയുകബ്ബിറുൻ നാസു ബിതക്ബീരിഹിമാ. ആ 2 മഹാന്മാരായ സ്വഹാബിമാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ തക്ബീർ കേട്ട് നാട്ടുകാർ മുഴുവൻ തക്ബീർ ഉറക്ക ചൊല്ലുന്നതാണ് മദീനയിൽ. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله الله أكبر الله أكبر ولله الحمد. ദുൽഹിജ്ജ ആ ഒരു 10 പറക്കുന്ന അവിടം മുതൽ മഗ്രിബ് മുതൽ പിന്നീട് അയ്യാമു തശ്രീഖ് പെരുന്നാളും കഴിഞ്ഞ് 3 ദിവസം ആ അവസാനത്തെ അശ്ർ വരേക്കുമുള്ള സമയം നിരന്തരമായും തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിനെ ഓർക്കുകയാണ്. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. തവാഫ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി അല്ലാഹു ശുദ്ധിയാക്കി ഒരുക്കി വെച്ച ഭവനമാണത്. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ കഅബാലയത്തെ അവിടെ പണി തീർക്കുന്നത് അല്ലാ തുശ്രിക് ബി ഷൈഅ, ഏകദൈവ വിശ്വാസം, അല്ലാഹു ഏകനാണ്, അല്ലാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങളെയൊന്നും ആരാധിക്കരുത് എന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയിലാണ്. അങ്ങനെയാണ് കഅബാലയം പടുത്തുയർത്തുന്നത്. പിന്നെ പറഞ്ഞു റബ്ബ് ഇബ്രാഹിം നബിയോട് വതുഹിർ ബൈതിയ, എൻ്റെ വീട്. എല്ലാ മസ്ജിദുകളും അള്ളാഹിൻ്റെ വീടാണ്. പക്ഷെ മസ്ജിദുൽ ഹറാം എന്ന മക്കയിലെ പള്ളിയെക്കുറിച്ച് മാത്രമാണ് അള്ളാഹു എൻ്റെ വീട് എന്ന് പറഞ്ഞത്. വതുഹിർ ബൈതിയ, എൻ്റെ വീട് ശുദ്ധിയാക്കി വെക്കണം. ലിത്വാഇഫീൻ, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി വൃത്തിയാക്കണം. വൽആകിഫീൻ വൽഖായിമീൻ, നിസ്കരിക്കുന്നവർക്ക്. വറുക്അഇ സുജൂദ്, സുജൂദും റുകൂഉം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ മസ്ജിദ് ക്ലീനാക്കിക്കൊണ്ടിരിക്കണം. ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഇടക്കിടക്ക് ക്ലീനേഴ്സ് ഒന്ന് ക്ലീനാക്കുന്നില്ലേ? അത് റുക്കൂഉം സുജൂദും ചെയ്യണം. നമ്മൾ കിടന്നുറങ്ങാൻ കയറും, ചിലപ്പോൾ അവിടെ നിന്നൊക്കെ പിടിച്ച് എണീപ്പിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നി എന്തിനാ പിന്നെ പിടിച്ച് എണീപ്പിക്കണത്? അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്. അവിടെ സുജൂദ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഉറങ്ങിയിട്ട് നമ്മുടെ വായിന്ന് വല്ല കേത്താലേക്ക് അങ്ങോട്ട് ഒറ്റിക്കഴിഞ്ഞാൽ അതങ്ങ് വൃത്തികേടാവില്ലേ? അതിനുള്ള സ്ഥലമല്ല. എന്ത് ചെയ്യാം? വൃത്തിയുള്ള സ്ഥലമാണ്, നല്ല വൃത്തിയാക്കണം. അതുകൊണ്ട് മതാഫിലും പള്ളിയിലുമൊക്കെ നിരന്തരം ക്ലീനിങ് നടക്കുന്നത് കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഈത്തപ്പഴക്കുരു അല്ലെങ്കിൽ ടിഷ്യൂ ഇതൊക്കെ കാണാനുണ്ടാവുള്ളൂ. നമ്മൾ കാണുകയാണെങ്കിൽ എടുക്കണം നമ്മുടെ കൈ കൊണ്ട്. അത് ക്ലീനേഴ്സിന് വേണ്ടി കാത്തിരിക്കരുത്. കാരണം അള്ളാഹു എൻ്റെ വീടിനെ നിങ്ങൾ വൃത്തിയാക്കണം കേട്ടോ. അവിടെ ആർക്കും വന്നാലും ഒരു മുഷിപ്പ് തോന്നരുത്. എൻ്റെ വീട് വൃത്തിയുള്ള വീടായിരിക്കണം. അത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ കുട്ടികളൊക്കെ നല്ലോണം ചിത്രമൊക്കെ വരക്കും, ചിലപ്പോൾ ചുമരുമലൊക്കെ ഒക്കെ വരച്ച് തീർന്നു കഴിഞ്ഞാൽ ഒന്ന് പെയിൻ്റ് അടിച്ചേക്കണം. എന്നാൽ വരക്കണ്ടെന്ന് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ മക്കളെ പറഞ്ഞ് നന്നായി മനസ്സിലാക്കി കൊടുക്കുക. വീട് വൃത്തിയാവണം. അവിടെയും ഇവിടെയും ചളിയും പൊടിയും അങ്ങനെ ആവരുത്. ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട് വൃത്തി വേണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എൻ്റെ വീട് വൃത്തിയാക്കി കൊടുക്കണേ. ആർക്ക്? ലിത്വായിഫീൻ, അവിടെ തവാഫ് ചെയ്യാൻ ആളുകൾ വരും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്. അവർക്ക് വേണ്ടി വൃത്തിയാക്കി കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടുള്ള ആജ്ഞയാണ്. പിന്നെ അത് സുരക്ഷിതമായ ഇടമാണ്. അവിടെ ഒന്നും പേടിക്കേണ്ടതില്ല. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى.
വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ്, ജനങ്ങൾക്ക് നിരന്തരമായി കടന്നു വരാനുള്ള ഭവനമായി കഅബയെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. മസ്ജിദുൽ ഹറാമിനെ മസാബതൻ ലിന്നാസ്, ജനങ്ങൾക്ക് വന്നുകൂടാനുള്ള ഇടമാണ്. എത്രയായി ഏതെല്ലാം ഭാഷക്കാർ, ഏതെല്ലാം നാട്ടുകാർ, ഏതെല്ലാം തരത്തിലുള്ളവർ, എന്തെല്ലാം നേർച്ചകളും നിയ്യത്തും ചെയ്തിട്ട് വരുന്നവരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, എത്രയെല്ലാം രോഗികളുണ്ടാവും കൂട്ടത്തിൽ. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കഅബ കാണണമെന്ന കൊതി പറഞ്ഞ് എത്ര ആൾക്കാരുണ്ടാവും അതിൽ. ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന്, വെന്തു നീറുന്ന പ്രയാസങ്ങളിൽ ആ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വന്നവർ എത്ര ഉണ്ടാകും. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ, അത് സുരക്ഷിതമായ ഇടമാണ്. ഇവിടെ ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത്, ആരും ആരെയും പേടിപ്പിക്കരുത്, ആരും ആർക്കും ഒരു ദുൽമും ചെയ്യരുത്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, എൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട് അവിടെ. അത് സ്വർഗത്തിലെ കല്ലാണത്, ഇബ്രാഹിം മരിച്ച നിന്ന കല്ല്. അതിൻ്റെ ബാക്കിൽ നിങ്ങൾ നിസ്കരിക്കണം. മഖാം, ആ മഖാമിൻ്റെ പരിസരത്ത് പോയി നിസ്കരിക്കണം. മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇതൊരു ആധാറാണ്. മഹാന്മാരുടെ ആധാറുകളെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അഥറാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം കയറി നിന്നൊരു കല്ലാണത്. ആ കല്ലിനെ കഅബാലയത്തിൻ്റെ തൊട്ട് മുമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു തആല ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആ കല്ലിൻ്റെ പിറകിൽ നിങ്ങൾ നിസ്കരിക്കണം. അത് കഅബയ്ക്കും നിങ്ങൾക്കും ഇടയിൽ ഖിബലയുടെ ഭാഗമാണത്. പക്ഷേ ആ കല്ല് എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ചവിട്ടി നിന്ന സ്ഥലം ആ ഒരു ആധാറുകളിൽപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണത്. അതിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു തആല. അതുകൊണ്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് ഫളീലത്തുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബിയോടും രണ്ടുപേരോടും, ഇസ്മായിൽ നബി മുതിർന്നപ്പോഴാണ് ആ വിഷയം ഇസ്മായിൽ നബിയോട് ഉത്ബോധിപ്പിക്കുന്നത്. വാപ്പയും മോനും അവരാണ് ആ പള്ളിയുടെ സദനത്തുൽ ബൈത്ത്, മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ കഅബാലയവും അതിന് ചുറ്റുമുള്ള പള്ളിയും നോക്കി നടക്കുന്ന അന്നത്തെ സെക്രട്ടറിയും പ്രസിഡന്റും രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരുമില്ല. ഖജാൻജി എന്ന് പറയുന്ന ഒരാളില്ല അവിടെ. നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ പള്ളിയെ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ലിത്വാഇഫീൻ, തവാഫ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി, വൽ ആകിഫീൻ, അവിടെ ഇഅ്തികാഫിന് വരുന്നവരുണ്ട്, വറുക്അഇ സുജൂദ്, റുകൂഉം സുജൂദും ചെയ്ത് ഇബാദത്തിന് വരുന്നവരുണ്ട്. എങ്ങനെയാണ് കഅബാലയം കാണാൻ ഹജ്ജിന് കുതിക്കാതിരിക്കുക? അവിടെയാണ് സഫയും മർവയും ഉള്ളത്. ഇന്നസ് സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം. ഇന്ന الصفا والمروة, സഫയും മർവയും മിൻ ശആഇരില്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അത് രണ്ട് കുന്നുകളാണ്, രണ്ട് കുന്നുകൾ. കഅബാലയത്തിൻ്റെ ചാരത്താണത് നിൽക്കുന്നത് എന്ന പവിത്രതയാണ് അതിനുള്ളത്. നോക്കണം, ഒരു അല്ലാഹു ബഹുമാനിച്ചതിൻ്റെ പരിസരത്തുണ്ടാവുക, അതൊരു വലിയ അള്ളാഹു തരുന്ന തൗഫീഖല്ലേ. അത് അള്ളാഹു തരുന്ന വലിയൊരു തൗഫീഖാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അയൽവാസി വീട് വെക്കാൻ വേണ്ടി പരസ്യം ചെയ്തപ്പോൾ എത്രയാ വില എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2000 ദിർഹമാണ് വില എന്ന് പറഞ്ഞു വീടിന്. അപ്പോൾ 1000 ദിർഹം അവിടെ വിലയുള്ളൂ സാധാരണ. അപ്പോൾ വാങ്ങാൻ വന്ന ആൾ ചോദിച്ചു, 1000 ദിർഹമല്ലേ വീടിന് വിലയുള്ളൂ? വീടിന് 1000 തന്നെ ഉള്ളൂ, പക്ഷെ ആ രണ്ടാമത്തെ 1000 അഹ്മദ് ബിൻ ഹംബൽ എന്നൊരിടത്തല്ലേ, അതിനുള്ള വിലയാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ജിവാറിൻ്റെ സമനാണത്. പരിസരത്ത് ഒരു നല്ല മനുഷ്യൻ്റെ അടുത്താവുക, ഒരു മഹാൻ്റെ അരികത്താവുക, അതിനൊരു പുണ്യമാണ്, അതൊരു പവിത്രതയാണ്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ ഹാജർ ബീവി ഓടിയ സ്ഥലമാണത്. വെള്ളമന്വേഷിച്ച് ഓടിയ ആ ഒരു യാത്രയെയാണ് അത്. ഒരു ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അനുഭവം ഹാജർ ബീവിയുടെ ഓട്ടമാണ്. നമ്മളറിയാം, ഹാജർ എന്നാണ് അവരുടെ പേര്. എന്തല്ല, ഹാജറ
എന്നല്ല നമ്മൾ അങ്ങനെ പറയാറുള്ളത് നാട്ടിലൊക്കെ. ഹാജറ എന്ന് പേര്, ഹാജർ എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്കൂളിൽ ഹാജർ എന്ന് പറഞ്ഞത് അതല്ല കേട്ടോ, അത് ഹാലിർ എന്നതാണ്. ഹുദൂർ ഹാലിറാണ് എന്നുള്ളതാണ് നമ്മൾ ഹാജറാക്കി മാറ്റിയത്. ആ ഹാജറല്ല ഇത്. സ്കൂളിൽ പറയുന്ന ഹാജർ ഏതാണ്? ഹാ അലിഫ് ലാദ് റാ, ഹാലിർ ഹുദൂറാണ്. മറ്റേത് ഹാജർ, ഹജറ, ഹാജറ, ഹിജറ എന്നൊക്കെ പറയില്ലേ, അതാണ് ഹാജർ ബീവിയുടേത്. ഹാജർ റളിയല്ലാഹു അൻഹ. ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വെള്ളം അന്വേഷിച്ച് ഓടിയ ഓട്ടം നടന്ന സ്ഥലമാണത്. ഒരു ഉമ്മയുടെ ത്യാഗമാണത്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മക്ക് കുട്ടികളോട് തോന്നുന്ന ഒരു വല്ലാത്തൊരു മഹബ്ബത്ത് ഖൽബിൻ്റെ ഉള്ളിൽ അള്ളാഹ് കൊടുക്കുന്നതാണ്. എത്ര തവണ മക്കൾ ഉറക്കത്ത് ഉണർന്നാലും ഉമ്മ അത്രയും തവണ ഉണരും. വാപ്പപ്പുറത്ത് കൂർക്കം വെച്ച് ഉറങ്ങുന്നുണ്ടാവും ചിലപ്പോൾ. എനിക്ക് നല്ല ഡ്യൂട്ടി അല്ലേ എന്നാ കാരണം വാപ്പൊക്കെ പറയാനുള്ളത്. ഉമ്മക്ക് 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഈ കുഞ്ഞിനെ വെച്ച് എപ്പോഴാണ് ഉമ്മ ഉറങ്ങുക? കുഞ്ഞ് ഉറങ്ങുമ്പോഴല്ലേ ഉമ്മക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കുഞ്ഞ് ഉണർന്നാൽ ഉമ്മ എണീറ്റേ പറ്റൂ. എന്നാലും ആ കുഞ്ഞിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത് ഒരു ഭാരവുമില്ല. അതാരോട് ഉമ്മ പരാതി പറയില്ല. വാപ്പ പറയും കുട്ടിൻ്റെ കരച്ചിലുകൊണ്ട് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഉമ്മ പറയില്ല. ആ മാതൃസ്നേഹം വിളിച്ചോതുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ് സഫയും മറുവയും. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഖൈറ് ചെയ്യട്ടെ. നമ്മുടെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഉമ്മമാർ, അവർ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ അവരുടെ കാലിൻ്റെ താഴെയാണ് സ്വർഗം എന്നല്ലേ നബി ഞങ്ങൾ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിക്കുന്നതോടുകൂടെ അള്ളാഹു നൽകുന്ന മഹത്വമല്ലേ അത്. അതിലേറെ ഒരു ഉമ്മക്ക് എന്ത് മഹത്വമാവേണ്ടത്. ഇൽസംഹ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹ. നിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവണം. നീ യുദ്ധത്തിനല്ല പോവേണ്ടത്. നിനക്ക് നിൻ്റെ ഉമ്മ അവിടെ നിന്നെ ആവശ്യമായിരിക്കെ, ദീനിന് നിന്നെ ആവശ്യമുണ്ട്, രാജ്യത്തിന് നിന്നെ ആവശ്യമുണ്ട്, പക്ഷേ നിൻ്റെ ഉമ്മക്കാണ് പ്രയോറിറ്റി. നീ ഒരേ ഒരു മോനല്ലേ, തിരിച്ചു പോ എന്ന്, യുദ്ധത്തിന് പോകട്ടെ എന്ന് ചോദിച്ചു വന്ന ആളോട് ആ റസൂലുള്ളാഹി തങ്ങൾ പറയും ഇൽസംഹ ഫഇന്നൽ, ഉമ്മാൻ്റെ അടുത്ത് തന്നെ കൂടിക്കോ. ഇൽസംഹ, ഉമ്മാനെ വിട്ട് പോവണ്ട. ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹ, സ്വർഗം ആ ഉമ്മയുടെ കാലിൻ്റെ താഴെയുണ്ട്. അങ്ങനത്തെ നല്ല ഉമ്മമാരാവാൻ, നല്ല ഉമ്മമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ആ വിശുദ്ധമായ ഹറമിൽ, കഅബാലയത്തിൽ ആയാതുൻ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെ. ഒന്ന് സഫയാൻ, ഒന്ന് മർവയാൻ, ഒന്ന് സംസമാൻ, ഒന്ന് ഹസീമാൻ. മഖാമു ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാമാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാമിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ആയാതുൻ ബയ്യിനാത്ത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ ദൃഷ്ടാന്തം ഒന്നാണ്, മഖാമു ഇബ്രാഹിം. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാമാണ്. ഇബ്രാഹിം നബി ഇസ്ലാം നിന്ന സ്ഥലം എന്നാണ് ഇതിനർത്ഥം. മരണപ്പെട്ട് വഫാത്തായി കിടക്കുന്ന ഇടങ്ങൾക്കും മഖാമ് എന്ന് പറയും. ദരീഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഖബറുള്ള സ്ഥലമാണ്. മഖാമുകൾ എന്ന് പറഞ്ഞെടുത്ത് ഖബറുമാവാം, ഖബറല്ലാതെ ഒരു മഹാൻ ജീവിക്കുകയോ ഇബാദത്തിനിരിക്കുകയോ ചെയ്ത സ്ഥലങ്ങൾക്കൊക്കെ എന്ത് മഖാമ് എന്ന് പറയും. നമ്മൾ പിന്നെ യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഒരേ നബിമാരുടെ 2-3 മഖാമുകൾ കാണും, പക്ഷെ ഒരു ദരീഹ ഉണ്ടാവുള്ളൂ. ദരീഹ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലം, അവിടേക്ക് ദരീഹ് എന്നാണ് പറയാം. മഖാമുകളുണ്ട്. മഖാം എന്ന് പറഞ്ഞാൽ അവർ ഇബാദത്തിരുന്ന സ്ഥലമാണ്. അതൊരു പക്ഷേ ഒരു ഖബർ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട് എവിടെ? ഖലീലിൽ നിന്ന്, ഫലസ്തീനിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നാടെന്ന് ഖലീലിൽ നിന്ന് ജെറൂസലേമിലേക്ക് വരുന്ന വഴിക്ക്, അവിടെ ആ നാടിൻ്റെ പേരുണ്ട്, മറന്നൊഴിച്ചത്. ഒരു യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട് അവിടെ. 100 ദിവസം എന്നോ അങ്ങനത്തെ ഒരു പേര് വരുന്നൊരു വാക്കാണ് അവിടെ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമ് വേറെയും സ്ഥലത്തുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഖബർ കിടക്കുന്നത് യാഫയിലാണെന്നാണ് പറയാം, ചെല്ലവീവിൻ്റെ ഭാഗത്താണ്. പക്ഷേ മഖാമ് ഈ ഖലീലിലേക്ക് പോകുന്ന വഴിയിലുണ്ട്, ഒരു മസ്ജിദിൻ്റെ ഉള്ളിൽ. അവിടെ ഇബാദത്തിൻ്റെ സ്ഥലമാണ്. കണ്ടാൽ ഖബറായി തോന്നും, പക്ഷെ അത് ഖബറല്ല. ഇബ്രാഹിം നബി, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമാണ്.
മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട് അവിടെ എന്ന് പറയുന്നത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയം എന്ന അള്ളാഹുവിന്റെ മസ്ജിദ് പണിയാനായി എഴുന്നേറ്റു നിന്ന കല്ല് അവിടെ ഉണ്ട്. ആ കല്ലിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടയാളം, 2 കാലിന്റെ അടയാളവും പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. കാരണം ഒരു മനുഷ്യനും ഒരു പാറമ്മ നിന്നാലൊന്നും പാറയിൽ കുഴിയാവൂല. ആവൂല. അങ്ങനെ ആവുന്നത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ആ കല്ല് സ്വയമായി പൊങ്ങുകയും താഴുകയും ചെയ്തിരുന്നൊരു കല്ലാണത്. കഅബാലയത്തിന്റെ ചുമരുകൾ മേലോട്ട് കല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് പൊങ്ങണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റില്ല. അതുകൊണ്ട് ഈ കല്ലിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഖൽബിൽ നിയ്യത്ത് വെച്ചാൽ മതി, അവിടേക്കാണ് എത്തേണ്ടത്. അങ്ങ് മേലോട്ടെത്തും. ഇറങ്ങണം തോന്നുമ്പോൾ അതങ്ങ് ശൃംഗാവും, താഴേക്ക് ഇറങ്ങും. അങ്ങനത്തെ അത്ഭുതങ്ങളുള്ള ഒരു കല്ലാണ് മഖാം ഇബ്രാഹിമിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇപ്പോൾ നോക്കിയാൽ ഒരു വെള്ളിയുടെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് ആ കല്ല് നമുക്ക് കാണാൻ കഴിയും. മഖാമു ഇബ്രാഹിം. അല്ലാഹു തആല പറയാ ഫീഹി ആയാതും ബയ്യിനാത്ത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ പരിസരങ്ങളിൽ. മഖാമു ഇബ്രാഹിം, എൻ്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മഖാമാണ് അതിലൊന്ന്. അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് മഖാമു ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. വമൻ ദഖലഹു കാന ആമിന, എൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ കാന ആമിന, എൻ്റെ ഹറമിലേക്ക് പ്രവേശിച്ചാൽ കാന ആമിന, അവർ സുരക്ഷിതരാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും യാത്ര ചെയ്യാൻ കഴിവുമുണ്ടെങ്കിൽ നിർബന്ധമായും അള്ളാഹുവിന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ ഈ ഒരു നിർദ്ദേശത്തെ തള്ളിക്കളയുകയോ അള്ളാഹുവിനെ തന്നെ വിശ്വസിക്കാതിരിക്കുകയോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായ മഖാമു ഇബ്രാഹിമിനെ അംഗീകരിക്കാതിരിക്കുകയോ ആര് തള്ളിപ്പറഞ്ഞാലും ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ഒരാളുടെയും ആവശ്യം അള്ളാഹുവിനില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, ഇതെൻ്റെ മഖാമാണ്, ഞാൻ ബഹുമാനിച്ച ഇടമാണ്, ഞാൻ ആദരിച്ച മസ്ജിദാണിത്, ഞാൻ ആദരിച്ച ബുഖഅത്തും മിൻ ബിഖാഇൽ അർദ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പരിശുദ്ധമായ ഭൂമിയാണിത്. നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലേ നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ലോകത്ത് മുഴുവൻ ആളുകളും അങ്ങോട്ട് പോയില്ല എന്ന് വിചാരിക്കുക, അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നഷ്ടം നമുക്ക് മാത്രമാണ്. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. ദൊക്കെ കഅബയെ കുറിച്ചാണ്, ദൊക്കെ മക്കയെ കുറിച്ചാണ്. جعل الله الكعبة البيت الحرام, പരിശുദ്ധമായ കഅബയെ പരിശുദ്ധമായ ഭവനത്തെ, അൽ ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് എന്നാണ് അവിടെ അർത്ഥം. ആ കഅബയെ ഖിയാമൽ ലിന്നാസ്, ജനങ്ങൾക്ക് അഭയം പ്രാപിക്കാനും വരാനും താമസിക്കാനും സന്ദർശിക്കാനും പുണ്യം നേടാനുമുള്ള സ്ഥലമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. വശഹറൽ ഹറാം, പരിശുദ്ധമായ മാസത്തെയും, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ശഅബാന്റെ മുമ്പുള്ള റജബ്, ഈ 4 മാസങ്ങൾ. വൽ ഹദിയ വൽ ഖലായിദ്, ഹദിയും ഖലായിദും. ഹദി എന്ന് പറഞ്ഞാൽ കഅബാലയത്തിലേക്ക് നേർച്ച ചെയ്യപ്പെടുന്ന മൃഗങ്ങളാണ്. അവിടെ ചെന്ന് ബലിയർപ്പണം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കപ്പെടുന്ന ആടുമാടൊട്ടകങ്ങൾ, അതാണ് ഖലായിദ്. ആ ഒട്ടകങ്ങൾക്ക് കഴുത്തിലൊരു മാല കെട്ടി കൊടുക്കും. എന്തിന്? അതങ്ങ് ഒറ്റക്ക് പോവുകയാണെങ്കിലും ഇത് കഅബാലയത്തിലേക്ക് നേർച്ചയാക്കപ്പെട്ടതാണ്, ഇതിനാരും ഉപദ്രവിക്കരുത് എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവിടെ കഅബാലയത്തിൻ്റെ കഅബയിലേക്ക് ഹദിയയാക്കിയ അറബ് മൃഗങ്ങൾക്ക് വേണ്ടി മാല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയറ് വിരിച്ചിട്ടുണ്ടാക്കിയിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട്. വൽ ഖലായിദ് لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم.
ഇതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്തിന്? ലിതഅലമൂ, നിങ്ങളറിയണം, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശ ഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുവിനറിയാം. ഭൂമിയുടെ ജിയോഗ്രഫി അല്ലാഹുവിന് അറിയണ പോലെ ആർക്കും അറിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഇൽമിൽ ഏറ്റവും വലിയ ഇൽമ്. അതുകൊണ്ട് ഏത് ലൊക്കേഷനിൽ എവിടേക്ക് ആളെ വിളിക്കണം, ആളുകൾക്ക് യാത്ര ചെയ്തെത്താനുള്ള സൗകര്യം ഏത് നാട്ടിലാണ് കൂടുതലുള്ളത്, എവിടെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്, ആകാശഭൂമികളിൽ അള്ളാഹുവിന്റെ അധികാരമല്ലേ എല്ലായിടത്തുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് മക്ക, എന്തുകൊണ്ട് മദീന എന്നൊന്നും ചോദിക്കരുത്. അള്ളാഹുവിനറിയാം ആകാശഭൂമികളെ കുറിച്ച് മുഴുവൻ. അതെവിടെയാണ്, എന്താണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ്. കഅബാലയം കാണണം, അവിടേക്ക് എത്തണം, ഹജ്ജ് ചെയ്യണം എന്ന് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ കൊതി വരാൻ ഹബീബിന്റെ ഹദീസുകളാണ് കാരണം. വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ, ലയതിയന്ന ഹാദൽ ഹജറു യൗമൽ ഖിയാമ, ഹജറുൽ അസ്വദ് അത് മുത്തി മണക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോ അതൊരു വല്ലാത്ത ഒരു ത്യാഗമുള്ള കാര്യമാണ് അല്ലേ. കാരണം അത് എളുപ്പമല്ല. അത്രയും ആളുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഹാജിമാരുടെ എണ്ണം കൂടുന്നു. തിക്കും തിരക്കും, രാവിലെ ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ. നമ്മൾ വിചാരിക്കുന്ന രാത്രി നട്ടപ്പാതിരാക്ക് പോകാൻ 2 മണിക്ക് ഇന്ന മുത്താൻ കളി ചെന്ന് നോക്കുമ്പോൾ സുബഹി വരെ തിരക്കായിരിക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കിട്ടുമായിരിക്കും, അപ്പോൾ അതിലും വലിയ തിരക്കായിരിക്കും. പിന്നെ ചിലർ പറയും, ഞാൻ ഉച്ചക്ക് ളുഹർ വാങ്ങി കൊടുക്കേണ്ട 1 മണിക്കൂർ മുമ്പ് ചെന്നപ്പോൾ കിട്ടിയെന്ന് അറിയും. കിട്ടി അൽഹംദുലില്ലാ, അത് വല്ലാത്ത ഭാഗ്യമാണ്. പക്ഷേ തിക്കും തിരക്കും കൂടാതെ ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ ചെയ്യണമെന്നാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു ഹാജിക്ക് ഒരു നമ്മളെ കൊണ്ട് അയാൾ എന്തേ എന്നിങ്ങനെ ആക്കി എന്ന് തോന്നാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹളറത്തിലാണത്. അവിടെ നിന്നൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു വിഷമം തോന്നിയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത്. കാരണം ആ മനുഷ്യൻ്റെ ഈമാനും അദ്ദേഹത്തിൻ്റെ ഖൽബിൽ കിടക്കുന്ന അള്ളാഹുവിനോടുള്ള മഹബത്തും എത്രയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ആരെയും വില വെക്കാൻ കഴിയും. എല്ലാവരും ഒരേ ഡ്രസ്സിലാണ്, എല്ലാവരും ഒരുപോലെയാണ്. അല്ല, ആലിമാരാ, കിതാബ് ഓതി കൊടുക്കണവരാരാ, കിതാബ് ഓതി പഠിക്കുന്നവരാരാണ്, സാധാരണക്കാരാരാ, മുതലാളിമാരാരാ, ഭരണാധികാരികളാരാ, ഇതൊന്നും തിരിയൂല. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിസ്റ്റം. അള്ളാഹു അതൊക്കെ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി റബ്ബ് തആല നിശ്ചയിച്ചു വെച്ചതാ. ആളുകളും ഇപ്പോൾ പോലീസും പട്ടാളം ഭരണാധികാരിയൊക്കെ മനുഷ്യന്മാരല്ലേ. എല്ലാ മനുഷ്യന്മാർക്കും തോന്നുക, എന്തിനാ ഇപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ കൂടുന്ന, ഓനും ഞാനും മനുഷ്യനല്ലേ. ഒരു ഭരണാധികാരി ഒരാൾക്ക് തോന്നുക, അദ്ദേഹം ഞാനൊക്കെ ഒരു മനുഷ്യൻ തന്നെയല്ലേ. എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. ലോകത്ത് നിയമം ഉണ്ടാക്കുന്നതും അനുസരിക്കുന്നതും ഒക്കെ മനുഷ്യന്മാരാണ്. പക്ഷെ ആ സിസ്റ്റം അള്ളാഹുവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ അരാജകത്വമായിരിക്കുന്ന സിസ്റ്റം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മനുഷ്യന്മാർക്ക് നിയന്ത്രിക്കുന്നത് ആരാ? മനുഷ്യന്മാർ തന്നെ അല്ലേ. നിയമങ്ങൾ ആരാ ഉണ്ടാക്കിയത്? മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ. റോഡ് നിയമങ്ങളാണെങ്കിലും മറ്റു സിവിൽ നിയമങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ. അതിനെ സംബന്ധിച്ച് കിതാബ് എഴുതിയ മഹാനാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി ഡൽഹിക്കാരനാണ്, അതുകൊണ്ട് ദഹ്ലവി എന്ന് പറയാം. ഷാ വലിയുല്ലാഹി ദഹ്ലവി. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ സോഷ്യോളജിയെക്കുറിച്ച് മഹാൻ എഴുതിയ, എങ്ങനെയാണ് ജയിലുകൾ ഉണ്ടായത്, എങ്ങനെയാണ് ഭരണകൂടങ്ങൾ ഉണ്ടായത്, എന്തിനാണ് നിയമവ്യവസ്ഥകൾ, അത് എങ്ങനെ അത് ഉത്ഭവിച്ചു, എങ്ങനെയാണ് ബ്യൂറോക്രസി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്, ഇതൊക്കെ മനുഷ്യൻ്റെ ചരിത്രത്തെയും മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെയും വെച്ച് വിശകലനം ചെയ്യുന്ന ഒരപൂർവമായ കൃതിയാണത്. അറബിയിലാണതുള്ളത്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അതിൻ്റെ പേരതാണ്, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ രീതിയാണതൊക്കെ. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഹജറുൽ അസ്വദ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഖിയാമത്ത് നാളിൽ വരിക തന്നെ ചെയ്യും. വലഹു ഐനാനി യുബ്സിറു ബിഹിമാ വലിസാനുൻ യൻതിഖു ബിഹി. സംസാരിക്കാൻ ഒരു നാവും കാണാൻ 2 കണ്ണുകളും അതിനുണ്ടാകും. യഷ്ഹദു അലാ മൻ ഇസ്തലമഹു ബിഹഖിൻ. ആ കല്ലിനെ ആരാണോ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ തൊട്ടുമുത്തിയത് അവർക്ക് വേണ്ടി അത് സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദൂരെ നിന്നേ കഴിയുള്ളൂ, അങ്ങോട്ട് എത്താൻ കഴിയില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദ് പുണ്യനബി തങ്ങൾ
നിന്നെ ചുംബിച്ചിട്ടുണ്ട്, നിന്നെ സ്പർശിച്ചിട്ടുണ്ട്, എനിക്കങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ, എനിക്കത് പറ്റുമായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നു എന്ന് ഖൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്തുകൊണ്ടാ ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാണ് റബ്ബേ, നിന്റെ അടയാളവും ദൃഷ്ടാന്തവുമാണ് റബ്ബേ അത്. ഭൂമിയിലെ ഒരു കല്ലുമായും സാദൃശ്യമില്ലാത്ത, ഭൂമിയിൽ നമുക്ക് അല്ലാഹു തആല തന്നൊരു ദൃഷ്ടാന്തമാണ് ഹജറുൽ അസ്വദ്. ഭൂമിയിലെ ഒരു കല്ലുമായിട്ട് സാദൃശ്യം, എത്രയോ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, അതിന് സമാനമായൊരു കല്ല് ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള വലിയ റിസർച്ച് വർക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് സാക്ഷി പറയും അതിന് തൊട്ടുമുത്തിയവർക്ക് വേണ്ടി. കാനൽ ഹജറുൽ അസ്വദു അശദ്ദു ബയാദൻ മിനൽ സൽജി, മഞ്ഞിനേക്കാളും എത്രയോ വെളുത്ത നിറമുള്ളതായിരുന്നു ഹജറുൽ അസ്വദ്. ഹത്താ സവദതുഹു ഖതായ ബനി ആദം, മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചു കളഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണത്. അത് വെളുത്തതായിരുന്നു, നല്ല വെളുവെളുത്ത കല്ലായിരുന്നു. അത് ചുംബിക്കുന്നത്, മുത്തിമണക്കുന്നത് പുണ്യമാണ്. ഹബീബായ നബി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ട്, ഹജറുൽ അസ്വദേ നീ ഒരു കല്ലാണ് എന്നെനിക്കറിയാം, പക്ഷേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിന്നെ മുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ്. തങ്ങളത് ചെയ്തു കാണിച്ചു തന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الركن والمقام ياقوتتان من يواقيت الجنة طمس الله نورهما. പരിശുദ്ധമായ ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമിന്റെ ഉള്ളിൽ കിടക്കുന്ന കല്ലും സ്വർഗത്തിലെ മരതക കല്ലുകളായിരുന്നു. തമസല്ലാഹു നൂറഹുമാ, രണ്ടിനും നല്ല പ്രകാശമുണ്ടായിരുന്നു. ആ പ്രകാശത്തെ അള്ളാഹു കെടുത്തിക്കളഞ്ഞതാണ്. ولو لم يطمس نورهما لأضاءتا ما بين المشرق والمغرب, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരേക്കും, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരേക്കും ഈ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ മാത്രമുള്ള പ്രകാശം ആ രണ്ട് കല്ലുകൾക്കുണ്ടാകുമായിരുന്നു. അള്ളാഹു അതിന്റെ വെളിച്ചം കെടുത്തിയതാണ്. അത് സ്വർഗത്തിലെ വെളിച്ചമുള്ള കല്ലുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുക്നുൽ യമാനിയുണ്ട്, ഹജറുൽ അസ്വദിന്റെ ആ മൂലയിലേക്ക് എത്തുന്ന തൊട്ടു മുമ്പുള്ള ആ ഭാഗത്തിന് റുക്നുൽ യമാനി എന്ന് പറയാം. ആ യമാനിയും തൊട്ടുമുത്തൽ സുന്നത്താണ്. റുക്നുൽ യമാനി അവിടെ എത്തുമ്പോൾ പ്രത്യേകമായി തങ്ങൾ ചൊല്ലിയതാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതായത് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് നമ്മൾ തവാഫ് തുടങ്ങി, ഈ റൗണ്ട് കഴിഞ്ഞു, ഇവിടെ എത്തുമ്പോഴേ ഇവിടെയാണ് ഹിജ്ർ ഇസ്മായിൽ ആ അരമതിലുള്ളത്. അതായത് ഓപ്പൺ കഅബ. ഫർദ് നിസ്കരിക്കുമ്പോൾ അവിടുന്ന് പോലീസുകാരെ എല്ലാവരും പുറത്തേക്ക് മാറ്റും. കാരണം കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. അപ്പോൾ കഅബന്റെ ഉള്ളിൽ കയറിയാൽ ഫർദ് ശരിയാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഫർദ് നിസ്കാരത്തിന് പുറത്ത് നിൽക്കണം. അതുകൊണ്ട് ഈ ഹത്തീമിന്റെ ഈ കിണറിന്റെ മതിൽ പോലെ എന്ന അത് കഅബ ഓപ്പൺ കഅബയായിരുന്നു. നമ്മളത് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ഖുറൈശികൾ കഅബാലയത്തെ പുതുക്കി പണിതപ്പോ അവർ തീരുമാനമെടുത്തു, ഹലാലായ പൈസ കൊണ്ടേ നമ്മൾ കഅബ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ അവരുടെ ഹലാലായ പൈസയൊക്കെ ആ 4 ചുമര് കെട്ടിയപ്പോഴേക്കും തീർന്നു. പിന്നെ ഈ ഭാഗം തീർക്കാൻ അവരത്ത് പൈസ ഇല്ല. അങ്ങനെ അവർ ഓപ്പൺ ആക്കിയിട്ടതാണ്. ആയിഷ ബീവിയോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി ലൗല അന്ന ഖൗമുക ഹദീസു അഹദിൻ ബിൽ ഇസ്ലാം, നിന്റെ ആൾക്കാർ, അങ്ങനെ പറഞ്ഞത് ആയിഷ ബീവി, നിന്റെ ആൾക്കാർ എന്ന് പറയാൻ മക്കാർ. ആയിഷ ബീവി മക്കാരിയല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലല്ലേ. നിന്റെ ആൾക്കാർ ആയിഷ ഇസ്ലാമിലേക്ക് ഇപ്പൊ അടുത്തല്ലേ വന്നിട്ടുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ എന്റെ വല്യപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്ത കഅബാലയത്തിന്റെ ആ ഒരു അസ്ഥിവാരം, ആ അരമതിലടക്കം കഅബയിലേക്ക് ചേർത്തുകൊണ്ട് ഞാൻ കഅബാലയത്തെ ഒന്ന് പുതുക്കി പണിയുമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം അത് ചെയ്താൽ എൻ്റെ ആൾക്കാർ പറയും, ഓ ഞങ്ങളെ കഅബയെ മാറ്റിയല്ലേ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല, അവരുടെ ഈമാൻ പോയി പോവും, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെയാണത്. അങ്ങനെ ഓപ്പൺ കഅബയാ. അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ കഅബന്റെ ഉള്ളിലേക്ക് പോകണമെന്ന് വെറുതെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ നേർച്ച വിടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയി പോന്നാൽ മതി. അത് ഓപ്പൺ കഅബയാ, അത് കഅബയാണ്, കഅബന്റെ ഉള്ളാണത്. പക്ഷെ കെട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഹതീമും കഴിഞ്ഞാൽ പിന്നെ ഒരു ചുമരുണ്ട്. ഈ ചുമര് കഴിഞ്ഞാൽ ഈ വരുന്ന ചുമരാണ് ഹജറുൽ അസ്വദ്. ഈ മൂലയിലാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ചുമരാണ് റുക്നുൽ യമാൻ. അത് വളരെ പുണ്യമായ സ്ഥലമാണ്. ഇന്ന മസ്ഹൽ ഹജറിൽ അസ്വദ് വറുക്നുൽ യമാനി യഹത്താനി ദുനൂബ ഹത്താ.
തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിയില്ല. തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഈ മുത്താനും തൊടാനൊക്കെ നമുക്ക് സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തവാഫ് ബുദ്ധിമുട്ടായി പോകും. ഇടത് ഭാഗം കഅബയെ ചേർത്തുകൊണ്ടല്ലേ നമ്മൾ തവാഫ് ചെയ്യാം. അപ്പം നമ്മൾ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയലൊക്കെ വരും. ഇന്ന മസ്ഹൽ ഹജറുൽ അസ്വദി, ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നത്, വറുക്നുൽ യമാനി, റുക്നുൽ യമാനിയും തൊട്ടുമുത്തുന്നത്, യഹ്താനി ദുനൂബ ഹത്താ, നമ്മുടെ പാപങ്ങളെ അത് പൊഴിച്ചു കളയും. നോക്കണേ, അള്ളാഹുവിന്റെ വലിയ നിഅമത്ത് നോക്കി നിങ്ങൾ. നമ്മൾ ചെയ്ത കുരുത്തക്കേടൊക്കെ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ ഭവനം തൊടുന്നതോടുകൂടെ അള്ളാഹു ശുദ്ധിയാക്കി തരുന്നു. അതാണ് കഅബാലയത്തിന്റെ മഹത്വം, അതാണ് കഅബയുടെ ശ്രേഷ്ഠത. അത് അള്ളാഹു നമുക്ക് വേണ്ടി വെച്ചൊരു നിഅമത്തും അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തുമാണത്. അത് തൊട്ടുമുട്ടുമ്പോഴേക്കും യഹ്താനി ദുനൂബ ഹത്താ, നമ്മളും അള്ളാഹു തമ്മിലുണ്ടായിപ്പോയ തെറ്റുകൾ പുറത്തു തരാൻ അത് മദീനാണ്. പാപമോചനം ഖൽബിൽ നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത് തന്നെ അല്ലേ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, ആമീൻ. മൻ ത്വാഫ ബിഹാദൽ ബൈതി ഉസ്ബൂഅൻ ഫഅഹ്സാഹു കാന കഅത്ക റഖബത്തിൻ ലാ യളഉ ഖദമൻ വലാ യർഫഉ ഉഖറാ ഇല്ലാ ഹത്ത അല്ലാഹു അൻഹു ബിഹാ ഖതീഅ വകതബ ലഹു ഹസന. മൻ ത്വാഫ ബിഹാദൽ ബൈതി ഉസ്ബൂഅൻ, ഉസ്ബൂഅൻ എന്ന് പറഞ്ഞാൽ 7 തവണ എന്നാ. ഉസ്ബൂ ഒരാഴ്ച എന്നാണ് ഇതിന്റെ വാക്കർത്ഥം തോന്നുക. പക്ഷെ ഹദീസിൽ അവിടെ ഉദ്ദേശം 7 തവണ എന്നാണ്. മൻ ത്വാഫ ബിഹാദൽ ബൈതി ഉസ്ബൂഅൻ, ഈ കഅബാലയത്തെ 7 തവണ ഒരാൾ തവാഫ് ചെയ്താൽ, ചുറ്റിയാൽ, എന്നല്ല ഒരാഴ്ച അവിടെ ചുറ്റിയാൽ എന്നും അർത്ഥം കൊടുക്കരുത്. അതിന് 7 എന്ന ഉദ്ദേശം. ആഴ്ച 7 ദിവസങ്ങളല്ലേ ആഴ്ചയാകുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ 7-ന് ആഴ്ച എന്ന് പറയും. മൻ ത്വാഫ ബിഹാദൽ ബൈതി ഉസ്ബൂഅൻ യാനി 7, 7 തവണ ഈ കഅബാലയത്തെ ആരെങ്കിലും തവാഫ് ചെയ്താൽ, ആരെങ്കിലും ചുറ്റിയാൽ, ഫഅഹ്സാഹു, അത് കൃത്യമായി എണ്ണമാക്കി വെക്കണം. 7 എന്നുള്ള 8 ആവരുത്, 6 ചുരുങ്ങും ചെയ്യരുത്. 7 തന്നെ ആവണം. കാന കഅത്ക റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിച്ച കൂലി അല്ലാഹു കൊടുക്കും. ലാ യളഉ ഖദമൻ വലാ യർഫഉ ഉഖറാ, ഒരു കാലെടുത്ത് അടുത്ത കാല് വെക്കുമ്പോഴേക്കും ഇല്ലാ ഹത്ത അല്ലാഹു അൻഹു ബിഹാ ഖതീഅ, ഒരു തെറ്റ് അല്ലാഹു പൊറുക്കുകയും വകതബ ലഹു ഹസന, ഒരു നന്മ അല്ലാഹു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കഅബയിലേക്ക് എത്താൻ കൊതിയാവൂലേ? ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹം വരൂലേ? ഇത്രമേൽ പ്രതിഫലമാ റസൂലുള്ളാഹി തന്നെ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. خير ماء على وجه الأرض ماء زمزم فيه طعام طعم وشفاء سقم. ഭൂമിയിൽ നമുക്ക് ലഭ്യമായ വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർള് മാഉ സംസം, അല്ലാഹുവിന്റെ ഭൂമിയിലെ ശ്രേഷ്ഠമായ വെള്ളം സംസമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിൽ നിന്ന് വന്ന വെള്ളമാണ്. അത് നമുക്ക് ലഭ്യമല്ല, അത് തീർന്നുപോയി. അത് കഴിഞ്ഞാൽ പിന്നെ സംസമാണ്, മാഉ സംസം. ഫീഹി തുആമു തുഅമിൻ, ഭക്ഷണത്തിന് ഭക്ഷണമാണത്, വെള്ളത്തിന് വെള്ളമാണത്. വശിഫാഉ സുഖ്മിൻ, രോഗത്തിന് ശിഫയുമാണ് സംസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംസം യഥേഷ്ടം കുടിക്കണമെങ്കിൽ ഹറമിൽ തന്നെ എത്തണം, ആഗ്രഹിക്കോളം. തങ്ങൾ പറഞ്ഞു മുനാഫിഖീങ്ങൾ സംസം കുറച്ചേ കുടിക്കുള്ളൂ, മുഅ്മിനീങ്ങൾ ഫി സബ്അതി അംആ, 7 ആമാശയങ്ങളിൽ കുടിക്കണ പോലെ, ശരീരം നനയുന്ന പോലെ കുടിക്കും. അത് മുഅ്മിനീങ്ങൾക്കായി കഴിയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തവർ എന്താ അതിൻ്റെ രസമില്ലല്ലോ എന്നൊക്കെ പറയും. ഇതെന്താ കട്ടിയുള്ള വെള്ളമാണോ, ഇതെന്താ ഇതിനെന്തൊരു ടേസ്റ്റ് ഇങ്ങനെ എന്നൊക്കെ അവർക്ക് തോന്നും. മുനാഫിഖീങ്ങൾക്ക് അങ്ങനെ, മുഅ്മിനീങ്ങൾക്ക് അത് കൊതിയോടുകൂടെ അവർ കുടിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ പരിശുദ്ധമായ വെള്ളമാണ്. പരിശുദ്ധമായ അറഫ, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. ഇനി ഇതാ വരുന്ന ദുൽഹിജ്ജ 9 അറഫ ദിനമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരേ ദിവസം അറഫ കിട്ടൂല. കിട്ടുമോ? ഭൂമിയിൽ ജീവിക്കുന്ന, ഭൂമി എന്താണെന്ന് മനസ്സിലായ ഒരാളും അത് വാദിക്കാനും നിൽക്കൂല. കാരണം ഭൂമിയിൽ രാവും പകലും ഇപ്പൊ നമുക്ക് രാത്രിയായി. അമേരിക്കക്കാരനിപ്പോ നേരം വെളുത്ത് 11 മണിയാവാനായി. ഇവിടെ ലൈലത്തുൽ ഖദർ ആയിരിക്കും ഒരു പക്ഷേ, റമദാനാണെങ്കിൽ റമദാനത്തെ അവസാനത്തെ 10. ആ സമയം ഇപ്പോൾ അവിടെ ലൈലത്ത് കിട്ടണ്ടേ, ഇല്ല ഖദറിന്റെ രാവാൻ. അത് രാത്രി തന്നെ അല്ലല്ലോ ആ സമയത്ത്.
അപ്പോൾ അത് വെറുതെ രസത്തിന് ഇങ്ങനെ ആൾക്കാർ വാദിക്കും, ഇങ്ങനെ പറയും അവിടെ പണ്ടത്തെ കാലത്ത് ഫോണും വിവരമൊന്നും ഇല്ലല്ലോ, ഇന്ന് നമുക്ക് അറിയാലോ, അന്ന് 9 അവിടെ. അതൊന്നുമല്ല വിഷയം. നമ്മുടെ നാട്ടിൽ ഇഖ്തിലാഫുൽ മത്വാലിയാണ്, അതായത് സൂര്യാസ്തമയങ്ങൾ വ്യത്യസ്തമാകുന്ന നാട്, ഉദയാസ്തമയങ്ങൾ വ്യത്യസ്തമാകുന്ന നാടുകളിൽ ആ നാടുകളിൽ മാസം കാണുന്നതിനനുസരിച്ചാണ് മാസം ഉറപ്പിക്കുക. അത് അവിടുത്തെ ഉലമാഇന് അള്ളാഹു കൊടുത്ത, അവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു കൊടുത്തൊരു അധികാരമാണത്. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുഅ്മിനീങ്ങളുടെ അമലുകളെ സെറ്റ് ചെയ്യാം. പിന്നെ അത് ഇന്നലെ ആയിട്ടുണ്ടാവും ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ഭരണാധികാരികളും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. അതങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് പിന്നെ അമലും അള്ളാഹു രേഖപ്പെടുത്തുക. അതുകൊണ്ട് എന്നാണോ ആ നാട്ടിലെ 9 അതാണ് അവരുടെ അറഫയുടെ ദിവസം. അവരന്നാ നോമ്പെടുക്കേണ്ടത്. ഒരുപക്ഷെ ആ ദിവസം ഇവിടെ വരുന്നാളായിരിക്കും ചിലപ്പോൾ മക്കയിൽ. അതൊന്നും അവിടെ വിഷയമല്ല. അറഫ 9-ന്റെ അന്ന്, ആ 9-ന്റെ ദിവസം പരിശുദ്ധമായ അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു അമല്. ഹജ്ജ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട അമലുകൾ. ഒന്ന് അറഫയിൽ നിൽക്കണം, പിന്നെ തവാഫുൽ ഇഫാദ, ഇഫാദത്തിന്റെ തവാഫ്. ഇത് 2 കിട്ടിയാൽ ഹജ്ജ് കിട്ടി. പക്ഷേ ഹജ്ജ് അറഫയാണെന്നാ പറയാം. ഹജ്ജ് തവാഫുൽ ഇഫാദയാണെന്നും പറയാം. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ ഹജ്ജ് അറഫയാണെന്നാ. കാരണം തവാഫുൽ ഇഫാദ ചെയ്യാൻ സമയം പലപ്പോഴും ചെയ്യാൻ പറ്റും. റബീഉൽ ജമറാത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഫാദത്ത് പോകാൻ പറ്റും, മുഴുവനായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അറഫ എന്ന് പറഞ്ഞത് ആ 9-ന്റെ അന്ന്, ആ പകലിൽ അള്ളാഹു പറഞ്ഞ അറഫയുടെ പരിധിയിൽ ഹാജ് നിന്നേ പറ്റൂ. സമയവും കാലവും ഇബാദത്തും എല്ലാം നിശ്ചയിക്കപ്പെട്ട ഒരു ഇബാദത്താണത്. അത് പോയാൽ പിന്നെ പോയി. ഇഫാദത്ത് ഹജ്ജിന്റെ മാസം, ആ മാസത്തിൽ എപ്പോഴാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് നിശ്ചയിച്ച സമയം, ആ സമയം തീരുന്നതിന് മുമ്പ് ഒരാൾ ഇഫാദത്ത് തവാഫ് ചെയ്ത് പോയാൽ മതി. പക്ഷേ അറഫ അങ്ങനെയല്ല. അറഫ ദുൽഹിജ്ജ 9-ന്റെ അന്ന് തന്നെ ചെയ്തിരിക്കണം. അതുകൊണ്ട് അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അറഫയുടെ അന്നാണ് അള്ളാഹു നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അറഫയുടെ നോമ്പെടുക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. പെണ്ണുങ്ങളെ നോമ്പ് റമളാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖളാഇന്റെ നിയ്യത്തും വെക്കാം, അറഫയുടെ നോമ്പും 2 കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. മാമിൻ യൗമിൻ അക്സർ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫയുടെ ദിവസത്തെക്കാളും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പകലില്ല. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ മോചിപ്പിക്കും. പകലിൽ മോചിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നാണ്? അറഫയുടെ പകലിലാണ്. ദിവസം പകല് നോക്കിയാൽ ദുൽഹിജ്ജയാണ്, രാത്രി നോക്കിയാൽ റമളാന്റെ അവസാനത്തെ 10 ശ്രേഷ്ഠമായത്. وإنه ليدنو ثم يباهي بهم الملائكة. അല്ലാഹു തആല ഹാജിമാരെ നോക്കി മലക്കുകളോട് അഭിമാനം പറയും. മാ അറാദ ഹൗലാ, ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും മലക്കുകളെ, ഞാൻ കൊടുക്കാം. അല്ലാഹുക്കത് അറിയാം, പക്ഷെ മലക്കുകളോട് പറയാം. കാരണം അതിന് നബി അലൈഹിസ്സലാമിനെ പടക്കാൻ പോകുമ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ പഠിച്ചവനെ ഭൂമിയിൽ അടിമുടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, എന്തിനാ രക്തം ചിന്തുന്ന ആളുകളെ എന്തിനാ ഉണ്ടാക്കുന്നത്? ഇപ്പൊ കണ്ടോ, എനിക്ക് ഇബാദത്തിന് വേണ്ടി വന്നവരാണവര്. ചൂടും വെയിലും വിയർപ്പും ഒന്തും തള്ളും പൊടിയും എന്തെല്ലാം വിഷമങ്ങളുണ്ട് അതിന്. അതിൻ്റെ ഉള്ളിലാണ് അവർ എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് എനിക്ക് വേണ്ടിയാണ് അവർ അറഫയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ എന്താണോ ചോദിക്കുന്നത് ഞാൻ അവർക്ക് കൊടുക്കും എന്ന് അല്ലാഹു പറഞ്ഞ് ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ദുആ ഇറക്കുന്നുണ്ടോ, ആ ദുൽഹിജ്ജ 9-ന്റെ അന്ന് അറഫ ദിവസം ആരൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. അങ്ങനത്തെ ദിവസമാണത്. യാ അല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തങ്ങളെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ അൻസുത്തിന്നാസ്, ജനങ്ങളോടൊക്കെ ഒന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണേ, എല്ലാവരോടൊന്ന് സൈലന്റ് ആവാൻ വേണ്ടി പറയണം. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. എല്ലാവരും മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ തതവ്വല അലൈക്കും ഫീ ജംഇക്കും ഹാദാ. അല്ലാഹു ഇന്നത്തെ ദിവസം അഭിമാനത്തോടു കൂടിയാ പറയുന്നു. ഫവഹബ മുസീഅക്കും ലിമുഹ്സിനിക്കും വഅതാ മുഹ്സിനക്കും മാ സഅൽ ഇദ്ഫഉ ബിസ്മില്ലാഹ്. അല്ലാഹു നിങ്ങളിലെ പാപികളെ അല്ലാഹു നിരുപാധികം അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പാപം ചെയ്യാതെ വന്ന ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ വാരിക്കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അറഫയിൽ നിന്ന് പോകുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിലും റബ്ബിന്റെ നിഅമത്തിലും റഹ്മത്തിലുമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ആ സംഘം മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിദാനം, ഉദ്ഹിയ്യത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് പെരുന്നാളിന്റെ ദിവസം. നമ്മുടെ നൈജീരിയയിലെ ഉദ്ഹിയ്യത്ത് അൽഹംദുലില്ലാഹ് 50
കന്നാ നമ്മൾ ഉദ്ദേശിച്ചത് 79 എത്തി. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു നീ സഹായിക്കണേ പടച്ചവനെ. അവരുടെ ദാനം നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. ആ വളരെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി സമ്പത്തിൽ നിന്നൊരു ഓഹരി ബാക്കി വെച്ചു. ഒരിക്കലും നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത നാട്ടുകാരാണത്. നമ്മളങ്ങോട്ട് പോയിട്ട് പോലില്ല, പോകാൻ കഴിയുമെന്ന് പോലും നമുക്കറിയുന്നില്ല. പക്ഷേ സത്യസന്ധരായ നമ്മുടെ പ്രവർത്തകരവിടെ ഉണ്ട്. അവർ നൽകുന്ന അറിവനുസരിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ചെയ്ത ഈ ദാനം അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ. ഇസ്മായിൽ നബി ഇറക്കാൻ വേണ്ടി കടത്തിയ രംഗമാണ് പറയുന്നത്. വനാദൈനാഹു അയ്യാ ഇബ്രാഹീം. ഇബ്രാഹിം നബിയെ എന്ന് നാം ഇബ്രാഹിം നബിയെ വിളിച്ചു. മോനെ ബലിയർപ്പണം ചെയ്യാൻ വേണ്ടി ഒരു വാപ്പാക്കും ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണത്, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടായ മോനാണ്, എങ്ങനെ ഉണ്ടായ മോനാണ്, എത്ര പ്രായമായപ്പോൾ കിട്ടിയ മോനാണ്. ആ മോനെ ഒരു വെള്ളത്തിലേക്ക് എടുത്തെറിയല്ല അത് ചെയ്യുന്നത്, വാപ്പയുടെ കൈ കൊണ്ട് ബലിദാനം ചെയ്യുകയാണ്. അല്ലാഹു അങ്ങനെയൊന്നും ചെയ്യാൻ അതല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. ഇബ്രാഹിം നബി അതിന് സജ്ജനാകുമോ എന്നറിയുകയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇബ്രാഹിം നബിക്ക് വരുന്ന ഈ സ്വപ്നം വഹ്യാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം ആദ്യം. ഇബ്രാഹിം അലൈഹിസ്സലാമും അള്ളാഹും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം. അല്ലാതെ വെറുതെ ഒരു ഏതെങ്കിലും സ്വപ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു തോന്നലിൻ്റെ അടിസ്ഥാനമല്ലല്ലോ അത്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹ്യാണ്. വറുഇയൽ അംബിയാഇ വഹ്യുൻ. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹ്യാണ്. ആ വഹയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവേ നീ ഇതാണ് ഉദ്ദേശിക്കുന്നതല്ലേ, ഞാനത് ചെയ്യും, നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ സ്ഥലമാണ് മിനായുടെ അടുത്ത്. ഇപ്പോഴും ആ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്തൂപമുണ്ട്. അവിടെയാണ് ഇസ്മായിൽ നബിയെ കിടത്തിയത് എന്ന് അവിടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഗൈഡന്മാർ പറഞ്ഞുതരും. قد صدقت الرؤيا إنا كذلك نجزي المحسنين. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. قد صدقت الرؤيا, അങ്ങേക്ക് നൽകിയ സ്വപ്നദർശനം സത്യസന്ധമായി അങ്ങ് നിർവഹിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുന്നത്. എന്ന് പറഞ്ഞു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹത്തായ ഒരു ആടിനെ, ഒരു മൃഗത്തെ അവിടെ ദാനമായി നൽകാൻ അല്ലാഹു നൽകുകയും ചെയ്തു. وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين. ഇബ്രാഹിം നബിക്ക് രക്ഷയുണ്ടാകട്ടെ. പിൽക്കാലങ്ങളിൽ ഓർക്കപ്പെടുന്ന നല്ല സ്മരണയുള്ള നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നാകെ എല്ലാ വർഷവും ഓർക്കുന്ന, എല്ലാ ദിവസവും നിസ്കാരത്തിൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇങ്ങനെ ഓർക്കുന്ന ഒരു പ്രവാചകൻ വേറെ ഉണ്ടോ? നമ്മുടെ ഹബീബ് കഴിഞ്ഞാൽ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, എൻ്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇബ്രാഹിം നബി. വബശർനാഹു ബിഇസ്ഹാഖ നബിയ്യൻ മിനസ് സ്വാലിഹീൻ, ഇസ്മായിൽ നബിക്ക് ശേഷം ഇസ്ഹാഖ് നബി എന്നൊരു പ്രവാചകനെ ഒരു മോനായിട്ട് നാം സന്തോഷ വാർത്ത നൽകി ഇബ്രാഹിം നബിക്ക് നൽകുകയും ചെയ്തു. ഇവിടൊക്കെ ഇഹ്സാൻ ഇഹ്സാൻ 2 തവണ പ്രയോഗിച്ചു. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ ഓർമ്മല്ലേ? ഒരു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്നത് തങ്ങൾ വഫാത്താകുന്നതിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അവിടെ ആ ഒരു സംഭവം നടന്ന് 80 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ 3 മാസം തികഞ്ഞിട്ടുണ്ടായില്ല എന്നർത്ഥം. ആ വന്നത് ഒരു വെള്ള വസ്ത്രം ധരിച്ചു വന്നു.
വസ്ത്രത്തിലൊന്നും ഒരു യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ജിബ്രീൽ തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് നബിയെ ഇസ്ലാം, എന്താണ് നബിയെ ഈമാൻ? പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് നബിയെ ഇഹ്സാൻ. പിന്നെ ചോദിച്ചു എപ്പോഴാ ഖിയാമത്ത് നാള്? അതറിയില്ല ജിബ്രീലെ, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ലല്ലോ. എന്നാൽ പിന്നെ എൻ്റെ അടയാളം പറഞ്ഞൊരു നബിയെ. അങ്ങനെ 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 5 ചോദ്യങ്ങൾ ഇസ്ലാം എന്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു എന്നാണ്. നബി തങ്ങളുടെ ആ ഒരു പ്രൊഫറ്റിക് കരിയറിന്റെ അവസാനമാണത്. തങ്ങൾ വഫാത്താകാൻ പോവാണ്, 3 മാസം തികച്ചില്ല. അതിൻ്റെ മുമ്പ് ഇസ്ലാമും ഈമാനും ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് 5 എണ്ണം. ഷഹാദത്ത് കലിമ ചൊല്ലുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക. ഇതൊക്കെ അമലുകളാണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളാണ്, നാവ് കൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകളാണ്. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഈമാനുള്ളത് കൊണ്ട്. ആമൻതു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. 6 ഈമാൻ കാര്യങ്ങൾ. ഇത് രണ്ടും ചെയ്താൽ പിന്നെ എത്തിപ്പെടേണ്ട, അപ്പൊ അള്ളാഹുവിലേക്ക് വിശ്വസിച്ചു, നമ്മൾ അങ്ങനെയാണ്. നമ്മളൊരു ഇഹ്സാനിലേക്ക് എത്തിപ്പെടണം. എങ്ങനെ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ്. അള്ളാഹുവിനെ കാണുന്ന പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇല്ലം തകുൻ തറാഹ്, കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തന്നെ, പറ്റൂലല്ലോ, ഫഇന്നഹു യറാഖ്, അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടത്, ദിക്ർ ചൊല്ലേണ്ടത്, സ്വലാത്ത് ചൊല്ലേണ്ടത്, നിങ്ങൾ ജീവിക്കേണ്ടത്. ആ ഒരു മഖാമിലേക്ക് എത്തലാണ് ഇസ്ലാം കൊണ്ട് കിട്ടണം. ഈമാനും കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനിന്റെ ലെവലിലേക്ക് എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ മത്തസ്സ, എപ്പോഴാണ് ഖിയാമത്ത്? അള്ളാഹിനെ കാണല, പിന്നെ അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തലാണ്. അതാണ് അത് എപ്പോഴാണെന്ന് അറിയാൻ കാരണം. ഈ ഇസ്ലാം, എന്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ഈമാൻ കാര്യങ്ങൾ. ഈമാനും ഇസ്ലാമും ആയി കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനിലേക്ക് എത്തണം. കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്ത നബിയാണ്. അങ്ങനെയാണത് പറയേണ്ടത്. ഇഹ്സാനിന്റെ ഏറ്റവും മനോഹരമായ രീതിയാണത്. കാരണം തൻ്റെ മോനെ, അല്ലെങ്കിൽ വിചാരിക്കുന്നത് പാഴ്സ്വപ്നായിരിക്കും, അതുള്ളതാവില്ല, അല്ലെങ്കിൽ അതാവൂല അള്ളാഹു ഉദ്ദേശിച്ചത് എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇല്ല, എൻ്റെ റബ്ബിന്റെ തീരുമാനം അതാണ്. അത് എന്നോട് ചെയ്യാൻ പറയാണ്. ഞാൻ എൻ്റെ മോനെ അതിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചേ പറ്റൂ. ആ ഒരു എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തതിനെ അള്ളാഹു അഭിനന്ദിച്ചുകൊണ്ട് പറയാണ്, ഖദ് സദ്ദഖത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാനിന്റെ ആളുകൾക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. കദാലിക നജ്സിൽ മുഹ്സിനീൻ. 105ഉം 110ഉം ആയത്തുകൾ ഇത് തന്നെയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കദാലിക നജ്സിൽ മുഹ്സിനീൻ. അള്ളാഹു നമുക്ക് ഇഹ്സാൻ നൽകട്ടെ. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറയുന്നത്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് നിങ്ങളുടെ ഇറച്ചിപ്പൊതിന്റെ വണ്ണവും അതിന്റെ തൂക്കവും ഇതൊന്നും അള്ളാഹ് നോക്കുന്നില്ല. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തത് എത്ര ഗ്രാമാണോ, എത്ര കിലോ ആണോ, എത്ര ക്വിൻ്റലാണ്, ഇതൊന്നും അള്ളാഹുവിന് അറിയേണ്ട കാര്യമല്ല. അള്ളാഹു അതല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് യനാലുഹു തഖ്വാ മിൻകും. മുഅ്മിനീങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതാണ് ഈ ഉദ്ഹിയ്യത്ത്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. എന്നല്ലാതെ ഒരു മൃഗത്തിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മൃഗങ്ങളോട് ക്രൂരത കാണിക്കലുമല്ലാതെ അള്ളാഹു അനുവദിച്ചതിന്റെ പേരിൽ, അള്ളാഹു മനുഷ്യൻ അനുവദിച്ച ഒരു അമലാണ് പെരുന്നാൾ ദിവസം. ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ആ നിയ്യത്ത് മാത്രമാണ് അള്ളാഹുവിന് വേണ്ടത്, സമർപ്പണമാ വേണ്ടത്. ആര് ചെയ്ത പോലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പോലെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിൽ നിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളും ഖൽബിലെ നിയ്യത്തിനെ ഒന്നും കൂടെ അങ്ങ് റെഡിയാക്കാം. ഉദ്ഹിയ്യത്ത് കൂടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ഇല്ല എന്ന് പറയാ, അതുകൊണ്ട് ഞാൻ കൂടിയതാ, അങ്ങനെയൊന്നും ആയി പോണ്ട. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അത് പാവപ്പെട്ട ആളുകൾക്ക് ദാനമായിട്ട് പോട്ടെ, അവർക്ക് അത് 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 ഖൈറായിട്ട് ലഭിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യയാണ്, ഹബീബിൻ്റെ സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി നിബിധങ്ങൾ
അവിടുത്തെ അഹ്ലു ബൈത്തിന് വേണ്ടി ഒരു ദാനം ചെയ്തു, ഒരു ഒട്ടകത്തെ അറുത്തു. പിന്നൊന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഉമ്മത്തികൾക്കുള്ളതാണ്, എൻ്റെ ഉമ്മത്തികളിൽ ഉളഹിയത്ത് അറുക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ ഒരൊട്ടകത്തെ ദാനം ചെയ്തിട്ടുണ്ട്, നബിതങ്ങൾ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട് ഉമ്മത്തികൾക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മത്തികളിൽ ഒരു കന്നിനൊന്നും വാങ്ങി അറവ് ചെയ്യാൻ കഴിയാത്തവരുണ്ടായിരിക്കും, ഉണ്ടല്ലോ, എത്രയോ കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഹബീബായ നബിതങ്ങൾ ഒരു ദാനം ചെയ്തു കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്താനും അവിടെ ഇബാദത്തിൽ ഇരിക്കാനും ഒരുപാട് ഹബീബായ നബിതങ്ങളുടെ ചാരത്തു ചെല്ലാനും അവിടെ പരിശുദ്ധമായ ഹബീബിൻ്റെ റൗളയിൽ ഇരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനക്കാരായ സ്വഹാബികളോട് പറയാണ്, മദീനന്ന് പോയ സൈന്യത്തോട്, സൈന്യമേ, നമ്മൾ തബൂക്കിൽ പോയി വരികയാണ്. തബൂക്ക് ഒരുപാട് കുന്നും മലയും മരുഭൂമിയും താണ്ടിയുള്ള യാത്രയാണ്. തബൂക്കിന്റെ ജിയോഗ്രഫി ഒരു അത്ഭുതമാണ്. കുറേ സ്ഥലം മരുഭൂമിയാണ്, കുറേ സ്ഥലം മലകളാണ്. ആ ഒരു യാത്ര കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, നമ്മൾ ഏതെല്ലാം മലകൾ കയറി ഇറങ്ങിയോ, ഏതെല്ലാം കുന്നിൻ ചെരുവുകളിലൂടെ യാത്ര ചെയ്തോ, ഏതെല്ലാം മണലിലൂടെ കാലുകുത്തി നടന്നോ, അവിടെ കറുത്ത കല്ലുകളുള്ള നഫൂദ് മരുഭൂമിയുണ്ട്, ലോകത്തെ വൺ ഓഫ് ദ ഡേഞ്ചറസ് ഡെസേർട്സ് ഇൻ ദ വേൾഡ്. അതിലൂടെ യാത്ര ചെയ്യണം തബൂക്കിലേക്ക് പോകുമ്പോൾ. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മദീനയിൽ നമ്മളോടുകൂടെ യാത്ര ചെയ്യാത്ത ആളുകൾക്കും അതേ കൂലി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെ നബിയെ? ഹബസഹുമുൽ മറദ്, രോഗം കൊണ്ട് നമ്മുടെ കൂടെ വരാൻ കഴിയാത്തവരാണവർ. മനസ്സുകൊണ്ട് അല്ലാഹുവേ, ഇക്കൊല്ലത്തെ ഹജ്ജ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് ഒരുങ്ങുമായിരുന്നു റബ്ബേ, എനിക്കതിന് സാധിച്ചില്ല. ഖൽബ് കൊണ്ട് അല്ലാഹു എനിക്കൊരു ഉംറ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നു പടച്ചോനെ, എനിക്ക് സാധിക്കാത്തത്, ലീവ് കിട്ടാത്തത് കൊണ്ടാ, എനിക്കതിന് പൈസ ഇല്ലാത്തത് കൊണ്ടാ. ഖൽബിന്റെ ഉള്ളിൽ നിയ്യത്തുണ്ടോ, ആ ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരും. അത് അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. അങ്ങനത്തെ ഒരു നല്ല നിയ്യത്തുണ്ടായിരിക്കുക. അല്ലാഹു നമുക്ക് നമ്മുടെ നിയ്യത്തുകൾക്ക് തന്നെ കൂലി തരും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ നിയ്യത്താണത്. സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, പുണ്യ നബി തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ 3 വിഭാഗം. മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖത്തിൻ, ഒരു മനുഷ്യനും ദാനം ചെയ്താൽ അവരുടെ സമ്പത്ത് ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഇത് ഹബീബായ തങ്ങൾ സത്യം ചെയ്ത് പറയാം, ഒരിക്കലും കുറയൂല. നിങ്ങൾക്ക് അല്ലാഹു അതിന് പകരം തന്നിരിക്കും. ദുനിയാവിൽ തരും, ചിലപ്പോ ആഖിറത്തിൽ എന്തായാലും തരും. വലാ ളുലിമ അബ്ദുൻ മദ്ലമതൻ സബറ അലൈഹാ ഇല്ലാ സാദഹു അല്ലാഹു അസ്സ വജല്ല ഇസ്സാ. നിങ്ങൾക്കൊരു അപമാനം, ഒരാൾ നിങ്ങളെ നാറ്റിച്ചു, നിങ്ങളെ അപമാനിച്ചു, നിങ്ങളെ തെറിവിളിച്ചു, നിങ്ങളെ പ്രഹരിച്ചു, ദേഹോപദ്രവം ചെയ്തു, നിങ്ങളെ സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയി, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദുൽമ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട സർവീസ് കിട്ടിയും സർവീസ് മണി കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട ഹക്ക് കിട്ടിയില്ല, വെറുതെ പേപ്പർ ഒപ്പിടിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു, വിസ ക്യാൻസലാക്കി പോന്നു, നിങ്ങൾ മദ്ലൂമാണ് അവിടെ, നിങ്ങൾക്ക് അങ്ങനെ ദുൽമ സംഭവിച്ചിട്ടുണ്ട്. ഫസബറ, അല്ലാഹുവിനെ ഉദ്ദേശിച്ച് ക്ഷമിച്ചാൽ ഇല്ലാ സാദഹുല്ലാഹു അസ്സ വജല്ല ഇസ്സാ, അല്ലാഹു അവരെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. അല്ലാഹു ഇസ്സത്ത് കൊടുക്കും. സത്യം ചെയ്തുകൊണ്ട് പറയുന്ന വിധങ്ങൾ. വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖറിൻ. ആരെങ്കിലും ആരോടെങ്കിലും യാചിക്കണമെന്ന മനസ്സ്, വെറുതെ എന്തെങ്കിലും ആളുകൾ തരണം, ആളുകളോട് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നടക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ ഇങ്ങ് തുറന്നു കൊടുക്കും. ജീവിതത്തിൽ അവർക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടും. ഉഹദ്ദിസുകും ഹദീസൻ ഫഹ്ഫളൂ, എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം, ഈ ഹദീസ് നിങ്ങൾ മനഃപ്പാഠമാക്കണേ. ഇന്നമദ് ദുനിയാ ലി അർബഅതി നഫരിൻ, ഈ ലോകം 4 വിഭാഗം ആളുകൾക്കുള്ളതാണ്. ഒന്ന്, അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമ, അല്ലാഹു ഇൽമും കൊടുത്തു പൈസയും കൊടുത്തു. അങ്ങനത്തെ ആളുകൾ, ഇൽമുണ്ട്, ദീനും പഠിച്ചിട്ടുണ്ട്, അല്ലാഹു പൈസയും കൊടുത്തിട്ടുണ്ട്. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹ്, ആ ഇൽമും പൈസയും കൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ. വയസ്ലുു ഫീഹി റഹിമ, ആ സമ്പത്ത് കൊണ്ട് കുടുംബം നോക്കുന്ന ആളാണ് അയാൾ. വയഅമലു ലില്ലാഹി ഫീഹി ഹഖൻ, അല്ലാഹുവിന് ഈ സമ്പത്തിൽ ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നു, സ്വതക്ക ചെയ്യുന്നു. അങ്ങനത്തെ ആലിമുമാണ്, പൈസക്കാരനുമാണ്. അങ്ങനത്തെ ആളുകൾക്ക് ഈ ദുനിയാവ് ഖൈറാണ്. ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ. പിന്നെ വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാല, അല്ലാഹു ചിലക്ക് ഇൽമു കൊടുത്തു, ആലിമാണ്, മുദരിസാണ്, ഖതീബാണ്, സദറുസ്താദാണ്,
ഒക്കെ, പക്ഷെ പൈസയൊന്നും കയ്യിലില്ല, അവർക്ക് സമ്പത്തില്ല, പക്ഷെ ഇൽമുണ്ട്. ഫഹുവ സാദിഖുൻ നിയ്യ, നല്ല നിയ്യത്തിന്റെ യഖൂൽ ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, അല്ലാഹുവേ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, ഇൽമു മാത്രമേ ഉള്ളൂ, അയാൾക്ക് നീ കൊടുത്ത പോലെ പൈസ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ അയാൾ ദാനം ചെയ്യുന്ന പോലെ ഞാനും ചെയ്തേനെ എന്ന് പറയുന്ന ഒരു ആലിമായ ഒരാൾ, ഫഅജ്റുഹുമാ സവാ, ആ രണ്ടാളുടെയും പ്രതിഫലം ഒരുപോലെയാണ്. ആ കൊടുക്കുന്ന ആൾക്കുള്ള പ്രതിഫലം എന്തോ അത്ര തന്നെ നിയ്യത്ത് ചെയ്ത ആൾക്കും അള്ളാഹു നൽകുകയാണ്. അള്ളാഹ് പൈസ കൊടുത്തു, ചില ആളുകൾക്ക് ഇൽമു തീരെയില്ല, ഹലാലും ഹറാമും അറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു വിവരവും ഇല്ലാണ്ട് അതും വാങ്ങും ഇതും വാങ്ങും, അവിടെ കുറെ ചെലവഴിക്കും ഇവിടെ കുറെ ചെലവഴിക്കും, കുറെ ഹറാമും അതും ഇതിനും ഏതെല്ലാം ഹറാം പരിപാടി ഉണ്ടോ അതിനൊക്കെ സ്പോൺസർഷിപ്പും കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇൽമുണ്ടാവില്ല. ബിഗൈരി ഇൽം ലാ യത്തഖി ഫീഹി റബ്ബഹ്, അല്ലാഹുവിനെ ഒരിക്കലും അവർ ഭയപ്പെടുന്നില്ല. വലം യർസുഖുഹു ഇൽമൻ, ഇൽമില്ലാത്ത ആളാണ്. ലാ യസ്രി ഫീഹി റഹിമ, പൈസ ഉണ്ട് പക്ഷേ തന്റെ ഒരു കുടുംബത്തെയും അയാൾ സഹായിക്കൂല. വലാ യഅമലു ലില്ലാഹി ഫീഹി ഹഖ്ഖാ, അള്ളാഹുവിന് ഒരു ഹക്കും തന്റെ സമ്പത്തിൽ ഉണ്ട് എന്ന് തോന്നുക പോലും ചെയ്യാത്ത ആളാണ്. മനാസിൽ, ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇയാൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെ ആയി പോകരുത്. വഅബ്ദുൻ ലം യർസുഖുഹു അല്ലാഹു മാലൻ വലാ ഇൽമ, സമ്പത്തുമില്ല ഇൽമുമില്ല. ഫഹുവ യഖൂൽ ലൗ അന്ന ലീ മാലൻ അമിൽതു ഫീഹി ബിഅമലി ഫുലാൻ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗാനമേള മൊത്തം ഞാൻ സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഹറാമായ പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹറാമായ ഒരു ഗാദറിംഗ് ഉണ്ട്, ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്തേനെ, എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് ഇവൻ പറയുന്നത്. ഒരു ഇൽമുമില്ല സമ്പത്തുമില്ല. ആ ഹറാമ് ചെയ്ത സമ്പത്ത് അനിയന്ത്രിതമായി ചെലവഴിക്കുന്ന ആളെ നോക്കിയിട്ട് അവൻ പറയാണ്, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ നിന്നേനെ, ഞാനും എൻ്റെ ഫോട്ടോക്കെ അങ്ങനെ വരൂല എവിടെ, അപ്പം ഞാനൊക്കെ വലിയ ഉഷാറിലേക്ക് എനിക്കൊക്കെ വലിയ അഭിമാനം ഉണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ. ഫവിസ്റുഹുമാ സവാ, രണ്ടുപേരുടെയും കുറ്റം ഒരുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, നിയ്യത്താണ് വിഷയം. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഈ ദിനരാത്രങ്ങൾ, ഇതാ ഇപ്പോൾ 9 വരാൻ പോവുകയാണ്, പിന്നെ പെരുന്നാളിൻ്റെ ദിവസമാണ്. അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന 3 പെരുന്നാൾ കൂടെ അതിൻ്റെ ശേഷമുണ്ട്. അയ്യാമു അക്ലിൻ വഷുർബിൻ എന്ന് നബി ഞങ്ങൾ പറഞ്ഞ, നിങ്ങൾ നോമ്പെടുക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ ആ ഒരു പെരുന്നാളിനോട് ചേർന്ന് കിടക്കുന്ന ദിവസങ്ങൾ, ഇതൊക്കെ വളരെ പുണ്യമായ ദിവസങ്ങളാണ്. ആഘോഷം എന്ന് പറയുന്നത് ഒരു ആരാധനയ്ക്ക് ശേഷം അള്ളാഹു തരുന്നത് അല്ലേ. 2 ആഘോഷമാണ് നമുക്ക്, 2 പെരുന്നാളാണ്. ഒരു പെരുന്നാൾ 30 ദിവസം നോമ്പെടുത്തിട്ട് പിന്നെ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ. ഹജ്ജ് എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെരുന്നാൾ. അതുകൊണ്ട് നമ്മുടെ ആഘോഷം അള്ളാഹുവിനനുസരിക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ എന്ന വലിയൊരു മെസ്സേജ് ഈ ഈദിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനനുസരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ ഹദീസ് عن أبي هريرة تشليقول عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. ഒന്നുകൂടെ, العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. ഇന്ന് കണ്ണീമി പറഞ്ഞു പറ്റുന്നുണ്ടോ? العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ അതിനിടയിലുള്ളതെല്ലാം കഫാറത്തുൻ, പൊറുപ്പിച്ചു കളയുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ, അതിന് പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, ജന്നത്തല്ലാതെ. അതിൻ്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ്. അള്ളാഹു നമുക്ക് ഹജ്ജ് മബ്റൂർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഹബീബിനെ സിയാറത്ത് ചെയ്യാനും
ആ ഹറമുകളിലൊക്കെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്ഥിരമായ അയ്യാമുൽ ബീദിൻ്റെ നോമ്പെടുക്കുന്ന ആളുകൾ ഈ മാസം ശ്രദ്ധിക്കണമെന്ന്. മാഷാ അല്ലാ. അതെ, അയ്യാമുൽ ബീദ് അയ്യാമു തശ്രീഖായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സഹസിലെ പായസം നൽകിയ സഹോദരൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, ഇന്ന് മരണപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയുടെ ഭാര്യ നസീമ എന്നവർക്ക് മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ, മരണപ്പെട്ട മാതാപിതാക്കളും കുടുംബാദികൾക്കും പ്രത്യേകം ദുആ ചെയ്യാൻ, മരണപ്പെട്ട ഉപ്പയുടെ മഗ്ഫിറത്തിനും ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെ ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബത്തിൽ ഒരു കേസുണ്ട് അത് അനുകൂലമായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, കുടുംബത്തിൽ ബർക്കത്തുണ്ടാവാനും ലോക മുസ്ലിങ്ങളുടെ സമാധാനത്തിനും ദുആ ചെയ്യാൻ, മദ്രസയിലും സ്കൂളിലും പഠിക്കുന്ന മകൻ ശ്വാസം മുട്ട് അലർജി കാരണത്താൽ മരുന്ന് കുടിക്കുന്നു, ആവിയും പിടിക്കുന്നുണ്ട്. ഇത് കാരണത്താൽ വളരെ വലിയ ക്ഷീണ കാരണത്താൽ പഠനത്തിലൊക്കെ പിന്നിലാണ്. പ്രത്യേകം ഷിഫാനും വിജയത്തിനും ദുആ ചെയ്യാൻ, ഒരു സഹോദരനും ഭാര്യയ്ക്കും അടുത്ത വർഷം ഹജ്ജിന് പോകാൻ വലിയ കൊതിയുണ്ട്, പ്രത്യേകം തൗഫീഖിനായിട്ട് ദുആ ചെയ്യണം. മരുമകനും മഞ്ഞപ്പിത്തവും പനിയുമാണ്, സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ. കുറച്ച് ദിവസങ്ങളായി ഭാര്യയ്ക്ക് നല്ല സുഖമില്ല, ഷിഫാന് ദുആ ചെയ്യാൻ. ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. മാതാപിതാക്കളുടെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. കണ്ണിന് കാഴ്ച കുറവാണ്, കാഴ്ച കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. മാമൻ്റെ ഭാര്യയ്ക്ക് 2 കിഡ്നികളും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഹൃദയത്തിന് ക്യാൻസർ ആണെന്ന് കൂടി അറിഞ്ഞു. വലിയ വിഷമത്തിലാണ്, ഷിഫാന് ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹങ്ങളായ മക്കളുണ്ടാവാൻ, കല്യാണപ്രായമായ ചെറുപ്പക്കാർക്ക് യോജിച്ച ഇണയെ ലഭിക്കാൻ വേണ്ടി, ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന എല്ലാ ഹാജിമാർക്കും പ്രത്യേകം മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖിന് ദുആ ചെയ്യാൻ. അടുത്ത ആഴ്ച കുടുംബവുമായി നാട്ടിലേക്ക് ലീവിന് പോവുകയാണ്, ബർക്കത്തിന് ദുആ ചെയ്യാൻ. സഹസിലൊരു സഹോദരൻ ജോലി അന്വേഷിച്ചിട്ട് വിസിറ്റൊക്കെ പുതുക്കി, ഒരു ജോലിയും ശരിയാവുന്നില്ല, ഹൈലി ക്വാളിഫൈഡ് ആണ്, പ്രത്യേകം ദുആ ചെയ്യണം. സ്ഥലത്തിൻ്റെ ആധാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടി. പിന്നെ പ്രത്യേകം SKSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് മൗലവിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് കാൽമുട്ടിന് പരിക്കുണ്ട്, നാളെ ഓപ്പറേഷൻ ഉണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്. നമ്മുടെ സുഹൃത്ത് അബൂ സാലിഹ് ദുബൈ RTA ബസ്സിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത്, അവരുടെ ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു ആ ഉപ്പാക്ക് പരിപൂർണമായ ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് 13, 14, 15 അപ്പോൾ 14, 15 ഈ മാസം നോമ്പെടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുള്ള സ്വീകരിക്കട്ടെ. പ്രത്യേകം ഹാജിമാർക്ക് വേണ്ടി ദ്വാരക്കണം. മില്യൺ കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടാണ് ഒരേ സമയം. അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ പോലീസുകാർ, ഹജ്ജിൻ്റെ വോളണ്ടിയർമാർ, അവിടെ ഒരുപാട് സന്നദ്ധ സേവകന്മാരുണ്ട്. നമ്മുടെ KMCC വോളണ്ടിയർമാരുണ്ട്, പിന്നെ വിഖായ വോളണ്ടിയേഴ്സ് ഉണ്ട്, നമ്മുടെ സഹചാരിയുടെ പ്രവർത്തകരുണ്ട്. എത്രയോ നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കൾ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഹറമുകൾക്ക് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. നമ്മുടെ കുഞ്ഞുമോൻ കാക്കിയ എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് കുഞ്ഞുമോൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. അതൊക്കെ വലിയൊരു തൗഫീഖല്ലേ. അവർക്ക് ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും ഒക്കെ അല്ലാഹു നൽകട്ടെ. ഊണും ഉറക്കമില്ലാണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരു ഗൈഡോ ഉസ്താദുമാരൊന്നും കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ പലപ്പോഴും ഇബാദത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കത് സൗകര്യമാണ്. ആദ്യമായിട്ട് ഒരു വിവരം ഇല്ലാണ്ട് പോകുന്നവർക്ക് വലിയ പ്രയാസമായിരിക്കും അത്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ വലിയ ഗൈഡൻസ്, സഹായം, ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതടക്കം ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന നമ്മുടെ മലയാളികളായ സന്നദ്ധ സേവകർ, അവർക്കൊക്കെ അല്ലാഹു വലിയ തൗഫീഖും ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. കുവൈറ്റിലെത്തി പിടിച്ച അപകടം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു അതിലൊക്കെ മരണപ്പെട്ടവർക്ക് റബ്ബ് ഷഹാദത്തിൻ്റെ കൂലി നൽകട്ടെ. കുടുംബങ്ങൾക്കൊക്കെ മനസ്സമാധാനവും ആശ്വാസവും നൽകട്ടെ. അല്ലാഹുവിൻ്റെ രോഗികൾക്ക്, അവർ അപകടം പറ്റിയവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى. اللهم اغفر ذنوبنا واستر عيوبنا. اللهم بارك لنا في أمرنا ومجلسنا هذا.
وفي أيامنا وليالينا هذه وفي شهرنا هذا اللهم ارزقنا حجا مبرورا وسعيا مشكورا وعمرة مقبولة وزيارة مرضية يا رب العالمين. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഇവിടെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും വസിയത്തുകൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. നമ്മുടെ അഡ്മിന്മാർ മുഖേനയും ഓൺലൈനിലും ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തത് എന്നെ ഏൽപ്പിച്ചതും അഡ്മിന്മാർ ഏറ്റെടുത്തതൊക്കെ ഉണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ നിരുപാധികം ഞങ്ങൾക്കും അല്ലാഹു ഈ പരിപാടി ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവർ, പിന്നീട് കേൾക്കുന്നവർ, ഈ സദസ്സിലേക്ക് വരാറുണ്ടായിരുന്നവർ, ഇപ്പോൾ വരാൻ പറ്റാത്തവർ, രോഗികളായവർ, നാട്ടിലേക്ക് പോയവർ, അല്ലാഹു എല്ലാവർക്കും അല്ലാഹു നിൻ്റെ മഗ്ഫിറത്തും നിൻ്റെ റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ഈ പരിശുദ്ധമായ ദിവസങ്ങളിലെ ദിനരാത്രങ്ങളെ നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് സജീവമാകാൻ അല്ലാഹു തൗഫീക്ക് നൽകണേ റബ്ബേ. ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ, ദുഷിച്ച ചിന്തകളെ നീ നീക്കിത്തരണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ അമലുകളെ നന്നാക്കി തരണേ. അമലുകൾക്ക് ഉത്സാഹം നൽകണേ തമ്പുരാനെ. അമലുകൾ